വെൽക്കം ബാക്ക് ടു സൈത്തൂൻ സൊറവറ. ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച 2 വ്യക്തികളാണ് ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഈ ഷോയിൽ ഇന്നുള്ളത്. അതിലൊരാൾ തിയേറ്റർ, ഡ്രാമ, മജീഷ്യൻ, ആങ്കർ, ആക്ടർ, ഷെഫ്, പറയാത്ത ഇതാ ഇനിയുണ്ട് ഇഷ്ടംപോലെ ഡെസിഗ്നേഷൻസ്. മറ്റൊരാൾ ഡയറക്ടർ, ജേർണലിസ്റ്റ്, RJ, ആക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ. അറിയണ്ടേ? none other than രാജ് കലേഷ് ആൻഡ് മാത്തുക്കുട്ടി. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര ചാർജ് നല്ല ചാർജ് ആണല്ലോ. അല്ല, ഉള്ള പോലെ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു എപ്പിസോഡെങ്കിലും എൻ്റെ അടുത്ത് വരണം. പക്ഷെ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് കിട്ടും എന്നുള്ളത് വലിയൊരു പണിയായിരുന്നു. അതെ. സുബിന് നമ്മളെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കല്ലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വർത്താനം പറയാനും ഒക്കെ രസമുണ്ടല്ലോ. അതെ. അല്ലെങ്കിൽ നമ്മൾ ഒരു മോണോട്ടണസ് ആവണ്ട, കുറച്ചുകൂടി രസം ഉണ്ടാവും. എന്തായാലും അവസരം ഒത്തു വന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. ഞാനും എൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ എനർജി കുറച്ച് കുറവാണ്. ഇന്ന് നിങ്ങളോട് പറയാം എൻ്റെ എനർജി ഒന്ന് കൂടി. നിന്റെ ഇൻട്രോ തന്നെ വൻ ചാർജ് ആയിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോകുന്നു, ഉഷാറായിട്ട് പോകുന്നു. ആസ് യൂഷ്വൽ നമ്മൾ മറ്റേ ദുബായിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള സുഹൃത്തുക്കളാണല്ലോ എന്നറിയാം. യൂഷ്വലി എല്ലാ സെലിബ്രിറ്റീസിനോടും ഞാൻ പറയാറ് നിങ്ങൾ ദുബായിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അതുകൊണ്ട് ദുബായിനെ കുറിച്ച് 2 വാക്കുകൾ പറയൂ. പക്ഷെ നിങ്ങൾ പല പല രാജ്യങ്ങളിലും പോയി ഓരോ ഷോസും ചെയ്ത് വരികയാണ്. അപ്പൊ ഏത് രാജ്യത്തെ കുറിച്ച് ചോദിക്കണം എന്ന് എനിക്കറിയാം. ദുബായ് നമുക്ക് വേറെ രാജ്യമേ ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് നമ്മുടെ 15ാമത്തെ ജില്ലയാണ് ദുബായ്. അങ്ങനെയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനും കലേഷേട്ടനും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് കോഴിക്കോട് ഏരിയയിലേക്കാണ്, മലബാർ സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്. മലപ്പുറം, കണ്ണൂർ. അപ്പോൾ കലേഷേട്ടന് ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ ഏതാണ്ട് 8 മണിക്കൂറോളം എടുക്കും. എനിക്ക് കോഴിക്കോട് വരെ പോകണമെങ്കിൽ 5 മണിക്കൂർ എടുക്കും. നമുക്ക് 4.5 മണിക്കൂർ കൊണ്ട് പറന്നു വരാൻ പറ്റും ദുബായിക്ക്. കറക്റ്റാണ്. പിന്നെ നല്ല നല്ല സുഹൃത്തുക്കൾ. അതെ, ഇഷ്ടം പോലെ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് നോക്കിയിരിക്കുക സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിന് പോകുന്നത് ഓൾ സെറ്റ് ടു ഗോ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോറി ഇടുമല്ലോ. അപ്പോൾ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ ഇവന്മാർ വിളിക്കും, അളിയാ എവിടെ, തീർന്നില്ലേ പരിപാടി. ഇത് ഒഴിവാക്കാൻ പറ്റൂല. എന്തൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും അവന്മാരെയും കണ്ടേ പറ്റുള്ളൂ. പിന്നെ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് വിളിച്ചു കൂട്ടും. നമ്മൾ മിക്കവാറും ചെയ്യുന്ന അങ്ങനെയാണ്, എല്ലാത്തിനും ഒറ്റ സ്ഥലത്താക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തുക. അങ്ങനെ ഇന്നലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെല്ലാവരെയും കൂട്ടുകാരൊക്കെ വന്ന ദിവസമായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് വരാൻ 3 ദിവസമായിട്ട് നമ്മൾ നല്ല നിങ്ങൾ 2 പേരുടെ ആ ഒരു സിങ്ക് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്റ്റേജ് ഷോയിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് പറയാം സ്ക്രിപ്റ്റഡ് ആണ്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് ഓഫ് ക്യാമറയിൽ ഞാൻ നിങ്ങളെ കൂടെ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വെറുതെ ചുമ്മാ ഇങ്ങനെ സൊറ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾ സംസാരിക്കും പോലും കറക്റ്റ് സിങ്ക് ആവും. ഇത് സ്ക്രിപ്റ്റഡ് അല്ല. അതെ, നമുക്ക് സ്ക്രിപ്റ്റ് പറ്റൂല. നമുക്ക് 2 പേർക്ക് കാണാപ്പാടം പഠിച്ച് പറയാൻ അറിഞ്ഞൂടാ. അതായത് നമ്മൾ അങ്ങനെ കാണാപ്പാടം പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ ജില്ലാ കളക്ടറായി പോയല്ലോ. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വേറെന്തോ ചെയ്യാൻ നോക്കിയ ആൾക്കാർ 2 പേരും വേറെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയ ആൾക്കാർ. നിങ്ങൾ മജീഷ്യൻ, നിങ്ങൾ അതിന്റെ ഇടയിൽ തിയേറ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറെ നാൾ ഈ മജീഷ്യൻ ആവാൻ വേണ്ടി മുതുകാട് സാറിന്റെ ശിഷ്യനായി അതിനുശേഷം ഒരു ടീം ഫോം ചെയ്തു. അങ്ങനെ പല കഥകളുണ്ട് നിങ്ങളുണ്ട്. എന്നിട്ട് ഈ മജീഷ്യന്റെ അമൃതയിൽ ഒരു TV ഷോ ആയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെന്നപ്പോൾ കുക്കറി ഷോ അല്ലേ? മറ്റേ ഈ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും പടച്ചോൻ നമ്മളെ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. മൂപ്പർക്ക് ഒരു പ്ലാൻ ഉണ്ട് നമ്മളെ കുറിച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ അതിനുശേഷം എന്നിട്ട് നിങ്ങൾ വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ചെറിയൊരു ഹൈലൈറ്റ് എന്നിട്ട് നിങ്ങൾ വിടാത്ത. പിന്നെ ഈ മാജിക് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, ഇപ്പൊ കുറെ നാളായിട്ട് മാജിക് ചെയ്യുന്നില്ല. കൊറോണയ്ക്ക് ശേഷം ആകെ 3 വലിയ ഷോസാണ് ചെയ്ത്. ആകെ 3 വലിയ ഷോസാണ്. അപ്പം എൻ്റെ കയ്യിൽ ഫുൾ സെറ്റുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, മാജിക്കിൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ കൊറോണയ്ക്ക് ശേഷം മാജിക് എന്ന് പറയുന്ന കലാരൂപത്തിന് മൊത്തത്തിലൊരു ഇത്തിരി ഡിമ്മായിട്ടുണ്ട്. ഓഡിറ്റോറിയം ഉണ്ട്, കെട്ടിക്കാൻ അച്ഛനുണ്ട്, ഭക്ഷണം കൊടുക്കാൻ കാറ്ററിംഗ് ടീം ഉണ്ട്. പക്ഷെ പെണ്ണില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അതെ ഇത് അനുഭവിച്ചതാ. അപ്പോൾ വേറൊരു തലത്തിലേക്ക് മാജിക് മാറ്റിയിട്ട് ചെയ്യാനുള്ള ചർച്ചകൾ ഞാൻ മാത്രം കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാജിക് വിട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ക്വിക്ക് റെസ്പോൺസ് അത് ഭയങ്കര ഒരു ഫീലാണ്. നമ്മളിപ്പോഴും ഈ ലൈവ് ഷോസ് എടുത്ത് ചെയ്യാനുള്ള കാരണം
നമുക്ക് എപ്പോഴും ഉടൻപണം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഔട്ട്ഡോറാണ് ചെയ്തിട്ടുള്ളത്, ഇൻഡോർ ചെയ്തിട്ടുള്ളത്. ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഈ ക്രൗഡിന്റെ ഒരു ഇൻസ്റ്റന്റ് റെസ്പോൺസ് ഉണ്ട്. അടുത്തുനിന്ന് ഇന്നലെ സുബിൻ കണ്ടില്ലേ, ഇന്നലെ അവരിങ്ങനെ വന്ന് നമ്മൾ എത്രയെങ്കിലും, ഞാൻ 7 വർഷമായിട്ട് കമോൺ കേരളയിൽ ഞാൻ മാത്രം 7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അതിൽ പകുതിയും നമ്മുടെ സ്ഥിരം ഓഡിയൻസാണ്. അപ്പോൾ ഒരു നാട്ടിലേക്ക് ഒരു ഫെസ്റ്റിവലിന് ഇങ്ങനെ സ്ഥിരം ഓഡിയൻസ് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ല. അല്ല, അതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്നത് ഒരു ഓഡിയൻസിന് ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ലൈവ് ആയിക്കോട്ടെ, അത് ഏത് പരിപാടിയായാലും, അത് ഇന്നേ ഷോ ഒന്നുമില്ല, ഏത് ഷോ ആണെങ്കിലും നിങ്ങൾ ആ ഓഡിയൻസിനെ പിടിച്ചെങ്കിൽ നമുക്ക് നല്ല കുറെ മനുഷ്യർ കിട്ടും എപ്പോഴും. അത് എന്തോ ഒരു ഭാഗ്യമാണ്. നമുക്ക് അവിടെ നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും നല്ല മനുഷ്യരെ നമ്മുടെ വേദിയിലേക്ക് ദൈവം കൊണ്ടുതരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഇതിനകത്ത് 2 പിന്നെ ടിക്കറ്റുകൾ, ഓരോ സമ്മാനത്തിനും 1000 രൂപ വെച്ച് സമ്മാനം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓരോ ഉത്തരത്തിനും ഒരു ചോദ്യം ചോദിച്ച് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ സമ്മാനം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അരൂഹയായിരുന്നു സ്പോൺസർ ചെയ്തിരുന്നത്, സ്പോൺസർ അരൂഹയായിരുന്നു. അപ്പോൾ അരൂഹയുടെ പിന്നെ 4 ടിക്കറ്റുകൾ ഒരു മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് 2 ടിക്കറ്റും, അത് ടിക്കറ്റ് പ്ലസ് അക്കോമഡേഷൻ, പിന്നെ യൂറോപ്പിലേക്ക് 2 ടിക്കറ്റും അക്കോമഡേഷനും. അപ്പോൾ ഇന്നലെ നമുക്ക് 3 ടിക്കറ്റുകൾ കൊടുക്കാനുണ്ടായിരുന്നു. കാരണം അതിൻ്റെ തലേ ദിവസം 1 ടിക്കറ്റേ കൊടുത്തു. അപ്പോൾ 3 ടിക്കറ്റുകൾ കൊടുക്കാനുണ്ടായിരുന്നു. 2 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരാൾ വന്നത് ഹസ്ബൻഡ് വൈഫ് ഇതുവരെ UAE ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യം വീട് വിട്ട ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്. അപ്പൊ പുള്ളിക്ക് വൈഫിനെയും കൂടെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ റാഷി ഉണ്ടായിരുന്നു. അപ്പൊ റാഷി സ്പോട്ടിൽ അവർക്ക് യൂറോപ്പിലേക്ക് 2 പേർക്ക് പോകാൻ അവസരം ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ സ്പോൺസർഷിപ്പ് ഒക്കെ വരുന്നത് ഈ സ്ഥിരമായിട്ട് ആൾക്കാർ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. കറക്റ്റ്. അപ്പൊ അതേപോലെ തന്നെ അത് നിങ്ങൾ അവരോട് നേരിട്ട് പറയുമ്പോൾ അവരുടെ മുഖത്തോട് നമുക്ക് അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരിതേവരെ ഇന്ത്യ UAE അല്ലാണ്ട് മറ്റൊരു രാജ്യം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന 10 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിസ്മയം ഉണ്ടല്ലോ. ഈ വിസ്മയം തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അവർക്കും ആ രാജ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കസാക്കിസ്ഥാൻ പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഒരു റഷ്യൻ മോഡലുള്ള ഒരു ചർച്ചിന്റെ സൈഡിലേക്ക് നിന്ന് ഇപ്പൊ ഞാനിങ്ങനെ കുറേ നേരം അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട്. കാരണം നല്ലൊരു മാജിക് ലൈറ്റിൽ, ഒരു ഈവനിങ് ടൈമിലായിരുന്നു അത്. അപ്പോൾ നല്ല ഗോൾഡൻ ലൈറ്റിൽ ഇതിന്റെ നിറയെ പ്രാവുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവുകൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന സമയത്ത് ഗോൾഡൻ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നീണ്ട നിഴലുകളുണ്ട്. ഈ പ്രാവിൻ്റെ ഈ നീണ്ട നിഴലുകൾക്ക് അപ്പുറത്ത് ഒരു റഷ്യൻ മാതൃകയിലുള്ള ഒരു പള്ളിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എത്രയോ നേരം ഇതൊരു ഡ്രീമി ആയിട്ടുള്ള ഒരു കാഴ്ച പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാഴ്ചകൾ എല്ലാ മനുഷ്യരും കാണണം. അതിന് നമ്മളിലൂടെ ഇപ്പോൾ അരൂഹ ട്രാവൽസ് പോലത്തെ ഒരു സ്ഥാപനം നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് മറ്റുള്ളവരെ കൂടി കാണിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇന്നലത്തെ വേദി മാറുകയാണ്. നമ്മളിലൂടെ വേറൊരാൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയല്ലോ. ഭയങ്കര യാത്ര പോകുമ്പോഴാണ് ഏറ്റവും സന്തോഷം. ഞാൻ ഇപ്പൊ ഓസ്ട്രിയെന്നാണ് നിങ്ങൾ ലാസ്റ്റ് ഓസ്ട്രിയ മാത്രമല്ല, നമ്മൾ ഹംഗറി ഉണ്ടായിരുന്നു, സ്ലോവാക്യ ഉണ്ടായിരുന്നു, പ്രാഗ് ഉണ്ടായിരുന്നു, പിന്നെ ചെക്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ മലയാളികൾ, നമ്മുടെ ഈ പ്രവാസ മലയാളികളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ശരിക്കും അങ്ങനെ മറ്റു പല രാജ്യങ്ങളിൽ നമ്മളിപ്പം ഉസ്ബെക്ക്, സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് നമ്മുടെ അടുത്ത് ഉസ്ബെക്കിസ്ഥാനിലാണ് ഞാൻ ദുബായിലേക്ക് അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഇഷ്ടംപോലെ. പക്ഷെ ഫാമിലീസിനൊന്നും ഞാനൊന്നും അവിടെ കണ്ടിട്ടില്ല. മെഡിക്കൽ സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ ഈ ഓസ്ട്രേലിയ പോലത്തെ സ്ഥലത്തൊക്കെ ഫാമിലീസ്, ഓസ്ട്രേലിയ നിറയുണ്ട്. അവിടെ നമുക്കൊരു ഇതെന്ന് വെച്ചാൽ അവിടെ WMF എന്നൊരു സംഘടനയുണ്ട്, വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ നമുക്കൊരു വീടുണ്ടെന്നുള്ളതാണ് ഏറ്റവും. നമ്മൾ 2 പേരും ഉണ്ട്. കലേശ്വരനാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ആദ്യത്തെ ടാലന്റ് കോർഡിനേറ്റർ ആണ്, ഗ്ലോബൽ ടാലന്റ് കോർഡിനേറ്റർ ആയിരുന്നു. അതിനുശേഷമാണ് ഞാനൊക്കെ ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നമ്മളെ സ്വീകരിക്കാൻ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ടാവും. ജപ്പാനിൽ പോയാലും നമുക്കൊരു വീടുണ്ട്. അതാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. ഞാൻ ടീമിൽ കൂടിയാലോ ഞാൻ കുറച്ച് പാടുപെട്ട ആ ടീമിൽ ഞാനും പാടുപെടാം. സഹൃദയരായ മനുഷ്യർക്ക് എല്ലാ കാലത്തും സ്വാഗതം. എല്ലായിടത്തും ഉണ്ട്. ദുബായിൽ ചാപ്റ്റർ ഉണ്ട്, അതുപോലെ ഒമാനിലെ ചാപ്റ്റർ ഉണ്ട്, GCCയിൽ മുഴുവൻ പ്രത്യേകം യൂണിറ്റുകളുണ്ട്. ഇന്ത്യയിൽ യൂണിറ്റ് ഉണ്ട്, കേരളത്തിലെ യൂണിറ്റ് ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു വലിയ ട്രിപ്പ്, ഒരു യൂറോപ്പിലേക്കുള്ള ഒരു വലിയ ട്രിപ്പ് നടത്തിയത് 2018 2018 എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ നമ്മളൊരു 14ഓളം യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ കവർ ചെയ്തായിരുന്നു. അതിന് ഉടമ്പണത്തിന്റെ ഒരു വലിയൊരു പിന്നെ തീർച്ചയായും ഇഫക്റ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണോ ഈ തുടക്കം? ഉടൻപണത്തിൽ നിന്നാണ് നമ്മൾ തമ്മിൽ സിങ്ക് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഫുഡ്,
പിന്നെ ട്രാവൽ, മെയിൻ അതിലേക്ക് വരാം. അപ്പൊ അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനെയും ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഇതിന് പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ദിവസം നമ്മൾ ആദ്യം അതിന് പേരിട്ടത് കൾച്ചറൽ ഷോക്ക് എന്നായിരുന്നു. അതായത് ആദ്യത്തെ പേര് അങ്ങനെയായിരുന്നു. നമുക്കെപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല, നമുക്കൊരു ഐഡിയ ഇല്ലാത്ത രാജ്യത്തേക്ക് നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം അങ്ങനെ നമ്മൾ പേരിട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ കുറച്ചും കൂടി ലൈറ്റ് ആക്കി പറന്ന് യൂറോപ്പ് എന്നാക്കി പല പല വെറൈറ്റി പേരുകൾ വരുന്നുണ്ട്. കൾച്ചറൽ ഷോക്ക് എനിക്ക് ഫസ്റ്റ് അടിച്ചത് നാഗാലാൻഡിൽ പോയപ്പോഴാണ്. നാഗാലാൻഡ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, പക്ഷെ അവിടുത്തെ ലൈഫും നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ലൈഫാണ് ഈ നാഗാലാൻഡിൽ. ഒരു പ്രത്യേകതരം ജീവിതം. അല്ല, ഈ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും, ഇത് ഇന്ത്യ ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരം സംതിങ് ഒരു ജോഗ്രഫിക്കലി അവരുടെ കൾച്ചറലി അവരുടെ ഈവൻ ഫേസ് എക്സ്പ്രഷൻസ്. നമ്മളിപ്പോൾ ബാക്കി എല്ലാവരും തലയാട്ടി ഇത് ചെയ്യുന്ന അവരുടെ തലയാട്ടിൽ വേറെ സ്റ്റൈലില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവരുടെ അടുക്കളകൾ വേറെയാണ്, അവരുടെ ജീവിത രീതി വേറെയാണ്, അവരുടെ റോഡുകൾ വേറെയാണ്, അവർ ബിഹേവ് ചെയ്യുന്ന രീതി വേറെയാണ്. നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ല, നമ്മൾ യൂറോപ്പിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്വീഡനിൽ നിന്ന് ഡെൻമാർക്ക് വഴി ജർമ്മനി വരെ ജങ്കാർ വഴി കയറി നമ്മൾ പോയി നമ്മുടെ കാറും കൊണ്ട് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയും ബൈ റോഡ് പോയിട്ടുണ്ട്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ജങ്കാർ കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു എത്ര രാജ്യങ്ങൾ കവർ ചെയ്താലും യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരേ ടൈപ്പുള്ള ബിൽഡിങ്ങുകളും ഒരേ ഭൂപ്രകൃതിയും ഒക്കെ തന്നെ നമ്മൾ കാണും. നമുക്ക് ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഒരു നഗരം കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓസ്ട്രിയ ചെയ്യണം തോന്നും. അതെ, ഇപ്പൊ ഹോൾസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം കണ്ടി നമുക്കൊന്ന് സ്വിറ്റ്സർലൻഡാന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യ വിട് കേരളത്തിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 50 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വർക്കലെത്തും. അല്ലെ, ഒരു 50 അല്ല, കുറച്ച് അതിന്റെ ബോർഡർ ആണല്ലോ. ഇതിന്റെ ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ വർക്കല എന്ന് പറയുന്നത് ക്ലിഫുള്ള ഒരു കടൽ തീരാണ്. നമ്മുടെ കോവളത്ത് 50 കിലോമീറ്റർ അപ്പുറത്താണ് കോവളം കിടക്കുന്നത്, അല്ലെങ്കിൽ 55 കിലോമീറ്റർ അപ്പുറത്താണ്. കോവളത്ത് അങ്ങനെ ഒരു ക്ലിഫ് ഇല്ല. വർക്കല കാണുന്ന പോലെ ഒരു ക്ലിഫ് കോവളത്തില്ല. അവിടുന്ന് ഒരു കുറച്ച് ദൂരം അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴ മൊത്തം ബാക്ക് വാട്ടേഴ്സും കടലും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലത്ത് വേറൊരു സിംഗിൾ റോഡ് വലത്തോട്ട് ഇടത്തോട്ട് നോക്കിയാൽ നമുക്ക്. അതെ, അവിടെ ഒത്തിരി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചിയാണ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഉൾപ്പെടുന്ന കൊച്ചിയാണ് സിറ്റിയിലേക്ക്. നമുക്ക് വേറൊരു പരിപാടിയായി. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇടുക്കിയായി, മലനിരകളാണ്. അപ്പുറ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പുറ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെയാ. ഇപ്പൊ നമ്മുടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ബീച്ച് വരും. വേറൊരു ബീച്ചിലും ഡ്രൈവ് ചെയ്യാൻ പറ്റൂല, പക്ഷെ നമ്മുടെ ഡ്രൈവിംഗ് ബീച്ചിൽ ഉഷാറായിട്ട് മുഴപ്പിലങ്ങാട് വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് സഞ്ചരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ 14 ജില്ലയിൽ കൂടെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ വൈവിധ്യം എന്താണ്. അപ്പോഴാണ് ഇന്ത്യ മുഴുവൻ കിടക്കുന്നത്. ഇപ്പൊ രാജസ്ഥാൻ പോയി കഴിഞ്ഞാൽ ഇത് ഏത് ലോകം എന്ന് നമുക്ക് തോന്നും. നോർത്ത് ഈസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കല്ല് പറഞ്ഞ പോലെ നാഗാലാൻഡ് പോയി കഴിഞ്ഞാൽ ഇത് ഏത് പ്രവിശ്യ എന്ന് തോന്നും. കാരണം ഇത് ഒന്നുമില്ല, നമ്മളൊരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ തിന്നാനായിട്ട് വെച്ചേക്കുന്ന സാധനം പച്ചത്തുള്ളൻ, പിന്നെ പട്ടുനൂൽപ്പുഴു. പച്ചത്തുള്ളൻ എന്താ നിനക്ക് മനസ്സിലായി? പച്ചക്കുതിര. എനിക്ക് മനസ്സിലായി. പച്ചക്കുതിര, പച്ച വെട്ടിൽ എന്നൊക്കെ നമ്മൾ പറയും. ഈ വെട്ടിലിനെ ഹോർലിക്സ് കുപ്പിയിലാക്കി വെച്ചിട്ട് 4 മണിക്ക് ഇതിനെയാണ് കുറയ്ക്കുന്നത്. നമ്മൾ കടല കുറയ്ക്കുന്ന പോലെ. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു പച്ചത്തോളം കഴിക്കാൻ പോയാലോ. പിന്നെ പട്ടുനൂൽ പുഴുവിന്റെ ബോയിൽ, അത് അവരുടെ ഭയങ്കര ഒരു ഡെലിക്കസിയാണ്. പട്ടുനൂൽ പുഴു വെള്ള കളറിൽ നമ്മളൊരു ബോയിലാക്കിയിട്ട് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അത് ബോയിലാക്കി എടുക്കും. നിങ്ങളുടെ എക്സോട്ടിക് ഭക്ഷണ രീതിയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു കഥ കേട്ടത്, ഒരു പട്ടി എന്തോ കഴിച്ച് ഡൈജസ്റ്റ് ആവുന്നതിന് മുമ്പ് അതിനെ കൊന്ന് കഴിക്കുന്നത്. അല്ലല്ല, അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ നാഗന്മാരുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഡെലിക്കസി എന്ന് പറയുന്നത് പിന്നെ ഒരു വെറൈറ്റി സാധനമാണ്. അത് പറഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇനി പാടാ കഴിക്കാൻ. കുഴപ്പമില്ല. അവര് ഒരു പിന്നെ പട്ടി 2-3 ദിവസം പട്ടിണി കിടും, 3-4 ദിവസം. ഓക്കെ. അപ്പോൾ ഇവൻ ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ വിശപ്പാണല്ലോ, അപ്പോൾ ഉറക്കമൊന്നും ഇല്ലാതെ ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം അവന് ഫുൾ ചോറ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു 80% വേവിച്ച ചോറ് കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഈ ചോറ് ഇവനെ കൊണ്ട് ഫുൾ കഴിപ്പിക്കും. എന്നിട്ട് ആ ചോറ് മുഴുവൻ ദഹിക്കുന്നതിന് മുമ്പ് ഇതിനെ തട്ടും. എന്നിട്ട് ഇതിനെ കുക്ക് ചെയ്യും. കുക്ക് ചെയ്തതിന് ശേഷം
മൊത്തം ബോഡി വയർ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിനകത്തുള്ള ചോറ് ഒരു സ്പെഷ്യൽ ഡെലിക്കസിയാണ്. 1 സ്പൂണേ കൊടുക്കുള്ളൂ. കാരണവന്മാർ ഇങ്ങനെ നിൽക്കും, അതിനകത്തുനിന്ന് 1 സ്പൂൺ ഏതെങ്കിലും ചെറുക്കൻ വന്നിട്ട് ഇതിനകത്ത് 2 സ്പൂൺ എല്ലാവർക്കും തികയേണ്ടടാ എന്നുള്ള ചോദ്യം. കഴിച്ചിട്ടുണ്ടോ? എത്ര സുന്ദരമായ ആചാരങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് കഴിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ നോ പറഞ്ഞ ഒരു സാധനം അത് കഴിക്കാൻ തോന്നിയില്ല എനിക്ക്. ഇത് അവിടുത്തെ ഭയങ്കര ഡെലിക്കസിയാണ്, പറഞ്ഞാൽ വിശ്വസിക്കോ? ഒരു നാഷണൽ ഡിഷ് എങ്ങാടാണോ ഇത്? നാഷണൽ അല്ല, അവരുടെ കല്യാണങ്ങൾക്ക് മാത്രം ഉണ്ടാക്കുന്ന ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ഡിമാൻഡാണ്. ക്യൂ നിന്നിട്ടാണ് കഴിക്കുന്നത്. ബിവറേജിന്റെ ക്യൂ ഉണ്ടാവും ഈ ഫുഡ് അടിക്കാനായിട്ട്. കഴിക്കണ്ടേ? വേണ്ട, അയ്യോ എനിക്കിനി ഭക്ഷണം തന്നെ അല്ല, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. നന്നായി വെന്തതായിരിക്കുമല്ലോ, 80% വെന്ത ചോറല്ലേ? നിങ്ങളിത് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഇത് എങ്ങനെയാണ് ഇത് ഇവര് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. കാരണം റോ മീറ്റ് കഴിച്ചു നോക്കി, പട്ടുനൂൽ പുഴു കഴിച്ചു നോക്കി, അല്ലാതെ 1-2 പുഴു വേറെ 1-2 തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു ലൈനിലുള്ള വലിയ പുഴുവുണ്ട്. പാലിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഴുവുണ്ട്. ആ പുഴു വലിയ സൈസാവും. ആ പുഴുവിന് വരെ പിന്നെ കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ടീമിന്റെ പേര് എന്തെങ്കിലും ഒരു എക്സോട്ടിക് പേരായി മാറ്റുന്നുണ്ട്. ഇപ്പോ AI മച്ചാൻ പേര് പോലെ അല്ലാണോ AI ആണോ അല്ലേ? അത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. AI ആണോ അല്ലാണോ? അൽമച്ചാന്ന് ആവാനോ? പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇപ്പോഴും ഏറ്റവും അതിശയം എന്ന് വെച്ചാൽ, അതിശയമല്ല, അതൊരു ഭാഗ്യം തന്നെയായി മാറട്ടെ. നിങ്ങളുടെ 2017 തൊട്ട് നിങ്ങളുടെ ആ ഒരു ചങ്ങായിത്തം, നിങ്ങളാവുന്ന സിങ്കായി, അതും വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഷോസും പുതിയ പുതിയ കാര്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പലതും ഉണ്ടാകും. നിങ്ങളുടെ ഒരു അഭിപ്രായം വേറെ ആയിരിക്കാം, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? ഇത് എന്തിനാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇഷ്ടംപോലെ ആൾക്കാരും പല ബിസിനസ്സുകളും ഫ്രണ്ട്സായിട്ട് തന്നെ ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞ് ബന്ധം പോയ അവസ്ഥയിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് 2 പേർക്കും 2 തരത്തിലുള്ള സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്. 2 പേർക്കും 2 പേരുടേതായ തരത്തിലുള്ള വീക്ക് പോയിന്റ്സ് ഉണ്ട്. ഇത് 2 പേർക്കും കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളാണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ കലേശൻ്റെ അടുത്ത് പറയുകയും, ചില പോയിന്റുകളിൽ കൃത്യമായിട്ട് അത് നീ സംസാരിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇത് ഒരു പരസ്പര സഹകരണാടിസ്ഥാനത്തിൽ പോകുന്ന കാരണം കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ലേഡീസ് ആയിട്ട് ആരാ ഡീൽ ചെയ്യാറ്? കൂടുതലും കലേശൻ. അത് എനിക്ക് പലപ്പോഴും എനിക്ക് അത് സത്യത്തിൽ എനിക്ക് ഡീൽ ചെയ്യാനാണ് താല്പര്യം. പക്ഷെ അതിന് ഇതേവരെ ബാറ്റൺ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാനും അക്കാര്യത്തിൽ സ്ട്രെങ്ത് ഉള്ള ഏരിയ, പക്ഷെ മൂപ്പര മറ്റേ ബാറ്റൺ തരുന്നില്ല. സമയമാവട്ടെ അല്ലേ? അതിന്റെ ഒരു പ്രശ്നമുണ്ട്. മാത്തുവായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ പേയ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഓർഡർ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ എപ്പോഴും കലേഷ ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പാഞ്ഞു പോകും, അവർ എന്തെങ്കിലും തരും, ഞാനത് മേടിച്ചുകൊണ്ട് തിരിച്ചു വരും. ബാർഗൈൻ ചെയ്യുന്ന പരിപാടി ഇല്ല. ഇത് എത്ര ഉണ്ടെന്ന് നോക്കില്ല. ചിലപ്പോൾ ഫ്ലൈറ്റ് ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ എണ്ണി നോക്കുന്നത് എത്ര ഉണ്ടാവുമെന്ന്. ചിലപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കും ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ആൾക്കാർ നമ്മളെ യൂസ് ചെയ്യുകയും ചെയ്യും. കാരണം ഇവൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്, കാരണം കൂടെയുള്ള ആൾക്കാർക്ക് വില പേശുന്ന ആൾക്കാർക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുക്കുകയും നമ്മളെ ഒന്ന് ചവിട്ടി പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വലിയ കാര്യമാക്കി എടുത്തിട്ടുമില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഹൃദയം കൊണ്ട്, ചില മനുഷ്യർക്ക് ഹൃദയം ഭയങ്കര കൂടുതലായിരിക്കും, തലച്ചോറ് തീരെ ഉണ്ടാവില്ല. ചില മനുഷ്യർക്ക് തലച്ചോറ് ഭയങ്കര കൂടുതലുണ്ടാവും, പക്ഷെ ഹൃദയം ഉണ്ടാവില്ല. ഇതിന് പെർഫെക്റ്റ് ബ്ലെൻഡ് ആവുന്ന വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. കലേശൻ ആദ്യത്തെ വകുപ്പിലുള്ളതാണ്. ഹൃദയവും തലയും ഒരുമിച്ചല്ലേ? ഇത് മൂപ്പര് എപ്പോഴും എല്ലാവരെയും ഭയങ്കര ഇവൻ മറ്റേ എന്താ പറയാ, ഏറ്റവും ജെന്യുവിൻ ആയിട്ടുള്ള മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ അപ്രോച്ച് ചെയ്ത് തുടങ്ങുന്നത് അങ്ങനെയാ. പക്ഷെ ഈ മൂപ്പര് ഈ പുള്ളിനെ പറ്റിക്കുമ്പോഴും പുള്ളി അതേ രീതി തന്നെ നിൽക്കുക. അത് പറ്റൂലല്ലോ. അല്ല, അത് അത്രയും മനസ്സ് നല്ലതായത് കൊണ്ടാണ്. അത്ര ரொம்ப നല്ലവനായിക്കൂടാ. വീട്ടിലേക്ക് വരുമാനം ഇല്ലെങ്കിൽ ഈ ഓട്ടം ഓടിയിട്ട് കാര്യമില്ലല്ലോ. കറക്റ്റ്. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിന്. നമ്മൾ പോകുന്ന പ്രോഗ്രാമിന്, നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന പ്രോഗ്രാമിന് ഇത്രയാണ്, അതിൽ കുറച്ച് നിങ്ങൾ വാങ്ങുന്നില്ല. ഇപ്പോൾ പൈസ വരുന്നുണ്ട്. വലിയ പേയ്മെൻ്റ് ഒന്നും ആക്കിയിട്ടില്ല.
നമ്മള് ഒരാളുടെ പറയുന്നത് നമ്മുടെ ഒരു വളർച്ച, നമ്മുടെ ബാക്കിൽ ഒരു പെണ്ണുണ്ട് നമ്മൾ പറയുന്ന പോലെ നിങ്ങളുടെ ആ ഒരു വളർച്ചയുടെ എന്റെ പിറകിൽ ഒരു പെണ്ണുള്ളത് കൊണ്ടാണ് അത് കറക്റ്റ് ആണല്ലേ. ഇപ്പൊ ദിവ്യയും അങ്ങനെ ഭയങ്കരമായിട്ട് പൈസയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എന്റെ കൂടെ ഇറങ്ങി വരില്ലല്ലോ. ഇതെല്ലാം കൂടെ ഫുള്ള് അവിടെ ഇതാണ് അല്ലേ. സമാധാനം എന്നുള്ളത് മാത്രമല്ല, ഒരു വട്ട് അല്ല. പക്ഷെ നിങ്ങൾ ആ ഒരു സമയത്ത് ആ ഒരു മജീഷ്യന്റെ ഉപേക്ഷിക്കലല്ല, നിങ്ങളത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ കുക്കറി ഷോ എടുക്കാൻ കാരണം നിങ്ങളുടെ ഒരു ആ സമയത്തെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കൊണ്ടാണല്ലോ. സത്യമാണത് അല്ലേ. ദാരിദ്ര്യം കൊണ്ട് മാത്രം ഞാൻ ആ കുക്കറി ഷോ എടുത്തതാണ്. നിങ്ങളതിനെ കുറിച്ച് പഠിക്കുകയും കുഞ്ഞിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സമയമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു കുക്കറി ഷോ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയല്ലേ വന്നത് അല്ലേ? അതെ, ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം, ഞാൻ എത്രയെങ്കിലും കാലം 8ാം ക്ലാസ് വരെ എൻ്റെ ആഗ്രഹം TV യിൽ മുഖം കാണിക്കണം എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങി. ഓരോ സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് ടേസ്റ്റ് ഓഫ് കേരള ചെയ്യുന്ന പയ്യനല്ലേ, പേര് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ പേര് പഠിച്ചു ആൾക്കാർ. അപ്പോൾ അത് ഭയങ്കര സംഭവമായി. ഇതിനിടയിൽ ഒരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. അന്ന് വെച്ചാൽ അന്ന് ഒരു നിങ്ങളുടെ ഷോയില് ഞാൻ വന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ല. ഉണ്ട്. മീഡിയ 1ന്റെ കുക്കറി ഷോയിൽ ട്രീറ്റില്, ഗൾഫ് ട്രീറ്റ് അല്ലേ, ട്രീറ്റില് അന്ന് ഷാർജയിലെ എക്സ്പോയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ വെച്ചായിരുന്നു ഞാനുണ്ടായത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാണ്. ഏത് ഹോട്ടലായിരുന്നു അതിന്റെ പേര്? അവിടെ നേരെ ഓപ്പോസിറ്റ് ഷാർജ പാലസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു നമ്മുടെ പാസ്ത ഒക്കെ ഉണ്ടായി. ഞാനും എന്റെ ഫാമിലിയും ഒക്കെ മൊത്തം നമ്മളവിടെ താമസിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്കത് ഓർമ്മയില്ല. ഞാൻ പിന്നെ ഇപ്പൊ സുബിന്റെ മറ്റേ ഫുഡ് ഷോസ് ഒക്കെ, സുബിനോളജി ഒക്കെ ഹിറ്റ് ആയതിനു ശേഷം ഞാൻ പിന്നെ ഇത് ചെയ്യുന്നതാ. അതെ. അല്ല, ആ സമയത്ത് ഞാൻ തോന്നുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. സോറി, ഐ ആം ദ സോറി. ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരിക്കലും ഞാൻ നിങ്ങൾ അത്രയും ആൾക്കാരെ ഇനിയിപ്പോ മൂപ്പരുണ്ടല്ലോ, ഈ പരിപാടി തീരുടെ വരെ സുബിന്റെ അടുത്ത് സോറി പറയും. അതാണ് മൂപ്പരുടെ ലൈൻ. അല്ലല്ല, നിങ്ങൾ ഒരിക്കലും ഓർത്തെടുക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ എന്റെ ആദ്യത്തെ കുക്കറി ഷോ മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഗംഭീരമായിട്ട് കുക്ക് ചെയ്ത് തന്നിട്ടുള്ള ആൾക്കാരുടെ പേരും ആൾക്കാരുടെ മുഖവും ആ ഡിഷും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഗംഭീരമായിട്ട് അന്ന് അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല. നല്ല വിഷമം ഉണ്ടായി. പോകുന്ന വരെ മൂപ്പര് കരയെ വേണമെങ്കിൽ. ഇല്ല, കുഴപ്പമില്ല. കലേഷന്റെ ഉപ്പ് എങ്ങനെയാണെന്നറിയോ? അതായത് ഇപ്പൊ നമ്മള് ഒരു പരിപാടിക്കൊക്കെ പോകുന്നു. അതായത് ഒരാളെ കാണുമ്പോൾ മൂപ്പര് അങ്ങനെയാണ് ഈ സൗഹൃദങ്ങൾ ഉണ്ടാക്കണേ കേട്ടോ. അതായത് ഇപ്പൊ സുബിന്റെ പരിപാടിക്ക് നമ്മൾ വരുന്നു വെച്ചോ, നമ്മൾ ഓൾറെഡി വൈകി, നമ്മളൊരു 2 മണിക്കൂറോളം വൈകി എന്ന് വെച്ചോ. അപ്പൊ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പൊന്നെ ഇത്ര 2 മണിക്കൂറൊക്കെ വൈകി കഴിഞ്ഞാൽ പ്രാന്താണല്ലോ. കാരണം നമുക്ക് അറിയാലോ ഇതിൻ്റെ ഒരു, നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഓടിച്ച് ഇവിടെ കയറ്റാൻ ഒരു ശ്രമം നടത്തുമല്ലോ. അപ്പോൾ ഒരാൾ കലേശ്വരനെ പരിചയപ്പെടാൻ, ഇപ്പം നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങുന്ന സമയത്ത് പരിചയപ്പെടാൻ വരുന്നതായിരിക്കും. അപ്പോൾ കലേശ്വരൻ്റെ അടുത്ത് ഹലോ, അവർക്കൊരു ഫോട്ടോ മതിയോ, ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞൊരു ഫോട്ടോ എടുത്തു, അതൊന്ന് വിചാരിച്ചോ. കലേശ്വരൻ പക്ഷേ ആ ഫോട്ടോ എടുത്തിട്ട് വിടില്ല. ആദ്യം അപ്പോൾ എവിടെ വീട്, അപ്പോൾ ഇപ്പം തലശ്ശേരി, തലശ്ശേരിയിൽ എന്ന് പറയുമ്പോൾ ഖാലിദ് ഖാൻ അറിയുമോ? അപ്പോൾ ഖാലിദ് ഖാൻ അറിയില്ല. പണ്ട് കാസറ്റേഡ് നടത്തിക്കൊണ്ടിരുന്ന മൂപ്പരുടെ ഫാദർ ഇതായിരുന്നു. അപ്പം ഞാൻ കലേശേട്ടാ പോവാ. അല്ല അറിയൂല, ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം നിൽക്ക് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഫോൺ എടുക്കും. എന്നിട്ട് ഖാലിദ് ഖാനെ കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് മറ്റേ തലശ്ശേരിയുടെ ചരിത്രം പറയും, ഇവരുടെ ചരിത്രം പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കും. അപ്പോഴേക്കും നമ്മളവിടെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു 4 പേരും കൂടെ എക്സ്ട്രാ വരുമല്ലോ. കാരണം സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4 പേര് അതാ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് 4 പേര് വരെ. അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒറ്റ ആളിൽ നിന്ന് നമ്മൾ സ്കിപ്പ് ആവുന്നു. ഇല്ല, ഈ 4 പേരോടും ഇത്രയും വർത്താനം പറയും. ഇപ്പം വേറൊരാളുടെ വീട് തൃശ്ശൂരായിരിക്കും. തൃശ്ശൂർ അരുണിനറിയാവോ? അടുത്ത ജില്ലയിലേക്ക് എത്തി. അങ്ങനെ ഈ 14 ജില്ലയും കവർ ചെയ്ത് തീരുമ്പോഴേക്കും കാലം കുറെ പിടിക്കും. വെറുതെ അല്ല ഇന്ന് 2 മണിക്കൂർ ലേറ്റ് ആയത്. ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ അവസാനത്തെ ഒരു പരിപാടി കൂടെ ഉണ്ട്, ഒരു കലാശക്കൊട്ടുണ്ട്. അതായത് ഈ 14 ജില്ലയിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടി നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം, ഇവരുടെ കൂടെ ഫോട്ടോ എടുത്തതിന് ശേഷം ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ടാഗ് ചെയ്യും. ഇതൊക്കെ ഇപ്പോഴിടുന്ന സ്റ്റോറി നോക്കിക്കോ, വെറുതെ ഫോട്ടോ ഒരിക്കലും ഇടൂല.
ഞാൻ എണ്ണിയിട്ടുണ്ട് നമ്മളിവിടെ തന്നെ ഏതാണ്ട് 34 പേരെ ടാഗ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ് ഓൾറെഡി 34 പേരെ ടാഗ് 2 ദിവസം കൊണ്ട്. അതെ, ടാഗ് ചെയ്തേക്കുന്ന സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥ അതുമല്ല, ചില ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവില്ല. സമയമുണ്ടെങ്കിൽ മൂപ്പര് അതും ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ വന്ന കഥ ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പിരിയുക. ഒരു 24 മണിക്കൂറൊന്നും പോരാ മൂപ്പർക്ക് ജീവിക്കണമെങ്കിൽ. നിങ്ങൾക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ഷോ ഷൂട്ട് ചെയ്തിട്ട് വരാമല്ലോ. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? നമ്മൾ ഒരാളെ കാണുന്നു, ചിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതുവരെ എനിക്ക് ഓക്കെയാണ്. നമ്മളിത് ഫോട്ടോ എടുക്കും, അത് നമ്മൾ പോവും. കലേഷേട്ടൻ അവിടെ തന്നെ നിൽക്കുവാണല്ലോ. അപ്പം മറ്റാളുടെ അടുത്ത് കലേഷേട്ടൻ കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അപ്പുറത്ത് ഗേറ്റിംഗ് ഇങ്ങനെ നോക്കുകയാണല്ലോ, ഇതെന്താ മൂപ്പര് വരാത്തതെന്ന്. കാരണം എനിക്കറിയാലോ അപ്പുറത്ത് വേറൊരാളും കൂടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ മറ്റവൻ ഇച്ചായ ഭയങ്കര ജാടയാണല്ലേ, ജാടയാണോ? ഭയങ്കര ജാടയാണല്ലേ. ഞാൻ ഈ മൂപ്പരെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള ജാട മുഴുവൻ എടുത്തത്. ഇത് മേക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് വേറെ ഒരു പ്രശ്നമല്ല. അല്ല, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ ഇല്ല. വേണ്ടായിരുന്നു, ഒരുപാട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്നു മതി, ഇത് ഒരുപാട് താങ്ങാൻ പറ്റൂല. ഇതൊന്നു മതി അല്ലേ, എന്തൊക്കെ ചെയ്യാൻ സമയം കൊണ്ട്. അതെ, വീട്ടിൽ കിടന്ന് ഉറക്കാം. പക്ഷേ ഇതിന്റെ കാര്യം വെച്ചാലും ഇതിന്റെ നല്ല വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് വരുന്ന പ്രോഗ്രാംസിന്റെ, അതായത് ഒരു മാസത്തിൽ നമുക്ക് 10 പരിപാടി ഉണ്ടെങ്കിൽ അതിന്റെ 9 പരിപാടിയും കലേഷേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബന്ധങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ സ്റ്റിൽ മൂപ്പര് അതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. മൂപ്പരുടെ ഒരു സന്തോഷമാണ്. ഇന്നോട്ട് എല്ലാരും കുത്തിയിരുന്ന് ഓരോ ആൾക്കാരോട് സംസാരിച്ച് ഇങ്ങനെ റിലേഷൻഷിപ്പ് ആക്കാന്ന് വിചാരിക്കുന്നു. വേണ്ട, എന്നും വേണം ഒരു കല. നമ്മളെ കഴിയില്ല. ഞാനിത് കലേഷേട്ടൻ്റെ ഇത് ഭയങ്കര നല്ല ശീലമാണല്ലോ എന്നൊക്കെ ഞാൻ തോന്നിയിട്ട് ഞാൻ ആദ്യം ഇത് ഞാൻ ട്രെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് രസമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എടുക്കാനായിട്ട് ട്രൈ നടത്തുമല്ലോ. നമ്മളെ കൊണ്ട് പറ്റൂല, കലയാണ്. നമ്മളെ കൊണ്ട് ഈ പണി പറ്റൂല. ഇത് കഴിയുന്ന ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, അതിങ്ങനെ. ചേട്ടാ, ഇപ്പൊ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാരനാണ്. ബിസിനസ് വരുന്നുണ്ട്. ബിസിനസ് പിന്നെ എന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്യുന്നത് എന്നെങ്കിലും എവിടെയെങ്കിലും പരിചയപ്പെട്ട ആള് ത്രൂ ഒക്കെയാണ് വരുന്നത്. ശരിക്കും ഇത് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ കഴിവ് കൊണ്ടൊന്നും കിട്ടുന്ന സാധനം അല്ല. ഇത് പിന്നെ അവർക്ക് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളൊരു വൈബ് ഉണ്ടാവും, അവിടെ കിട്ടിയൊരു എനർജി ഉണ്ടാവും. അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും എളിമ ആവില്ലേ. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതേപോലെ തന്നെ നിങ്ങൾ അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെക്കാളും പെയിൻ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ചില സമയത്ത് നമ്മൾ അവരെടുക്കുന്നതിന്റെ 10-1 പോലും എടുക്കില്ല. ചില ഭാഗ്യവും എല്ലാം ഉണ്ട് അതിനകത്ത്. കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന നമ്മൾ ഉടൻ പണം ഹിറ്റ് ആയതുകൊണ്ട് ആണല്ലോ. വേറൊരു കാര്യം, നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ അവർക്ക് പോലും കിട്ടാത്ത ചില സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് പടച്ചവന്റെ ആയിരിക്കാം, ഒന്ന് നമ്മുടെ. അതെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മളെപ്പോഴും നമ്മൾ ചില ആൾക്കാരുടെ ഷോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇവരെന്ത് അടിപൊളിയായിട്ട് ചെയ്യണം, നമ്മളെക്കാൾ അടിപൊളിയായിട്ടല്ലേ ചെയ്യുന്നത്, എന്താണ് ഇയാൾക്ക് ചാൻസ് കിട്ടാത്തത്, ഇനി വിഷമിച്ചിട്ടുണ്ട്. നമ്മൾ പല ആൾക്കാരെയും റെഫർ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തേക്ക്. അതായത് നമ്മൾ അങ്ങനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിട്ട്, ആങ്കറിങ് കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ആൾക്കാരെ, പക്ഷെ അവരെത്തൂല്ല അങ്ങോട്ട്. അതെന്താ റീസൺ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ. ഞാൻ ഈവൻ ആളിനെ വേണമെങ്കിലും പറഞ്ഞുതരാം. ഞാനിത് ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവരെന്ത് കഴിവാ, പക്ഷെ എന്തോ അവർക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. സമയം അല്ലേ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കറക്റ്റ്. അല്ല, അതാണ് എനിക്ക് ഈ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ മനസ്സിലാക്കാത്തതും അതിനൊരു വില നൽകാത്തതും. അവര് അവിടെ എത്തി, അവര് നല്ല കാശുണ്ടാക്കുന്നു, അവരിങ്ങനെ വലിയ വലിയ സ്ഥലത്തെത്തുന്നു, പക്ഷെ അവർക്ക് ഉള്ള സാധനങ്ങൾ ഒരിക്കലും അവർ അതൊരു അനുഗ്രഹമായിട്ട് കാണുന്നില്ല അല്ലേ? അത് കാണാത്തോണ്ടാണ് കുറെ ആൾക്കാരുടെ ജീവിതത്തില് അവർക്കൊരു ഇതായിട്ട് തോന്നുന്നു, എവിടെ എത്താത്ത പോലെ തോന്നുന്നു. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും. കാരണം അവരങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. കലേഷിനെ പോലെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുമായിരിക്കും. അത് പിന്നെ വേറെ വകുപ്പ് മാറിപ്പോയതാ, സ്വിച്ച് അങ്ങോട്ടും മാറിപ്പോയതാ. എനിക്ക് തോന്നുന്നു 99% ആൾക്കാർക്ക് ഇത് വരും. ഈ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനുള്ളൊരു മനസ്സ് ജനിക്കുമ്പോൾ 99% ആൾക്കാർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമുക്കത് ആർജിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്.
നമ്മൾ തന്നെ ട്രെയിൻ ചെയ്താൽ നമുക്കത് ആർജിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ആർജിച്ചെടുത്ത് നിങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് വേറൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ഉള്ള ഒരാളായിരിക്കും. കറക്റ്റ്. അത് അവരുടെ ഒപ്പം വളരാലോ അല്ലേ? പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾ എപ്പോഴും നമ്മുടെ കൂട്ടുകാർ നമുക്ക് ബിസിനസ് ചെയ്യുന്നത് എനിക്ക് മാത്തു ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതും ഇത് തന്നെയാണ്, ക്രിയേഷൻ തന്നെയാണ്, മീഡിയ തന്നെയാണ്. എനിക്ക് പ്രൊഡക്ഷൻ ഓൾറെഡി പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. പണ്ടേ തുടങ്ങിയതാണ്. പാവമായതുകൊണ്ട് ചിലപ്പം പുള്ളി മൂപ്പരുടെ പ്രൊഡക്ഷൻ ഹൗസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വളരാത്ത, അതായത് ഒരു പുള്ളി അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് വീണ്ടും വരും. ഇതിനൊരു പ്രൊഫഷണൽ സമീപനം മൂപ്പര് കൊണ്ടുവരില്ല. മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് കുറച്ച് പേർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടും ആ സമയത്ത് കുറച്ച് ഇത് സത്യത്തിൽ എന്താ പ്രൊഡക്ഷൻ ഹൗസ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ മാജിക്കിനൽ ട്രൂപ്പിലെ എൻ്റെ അസിസ്റ്റൻസ് പിള്ളേരുണ്ട്. അപ്പോൾ അവരെ ഞാൻ ക്യാമറ പഠിപ്പിക്കാൻ വിട്ടു. അവന്മാരെ ക്യാമറ പഠിപ്പിച്ച് ഭരത് എന്ന് പറയുന്ന ഒരുത്തൻ എൻ്റെ മെയിൻ അസിസ്റ്റൻ്റ് ആയിട്ട്, അരുൺ സക്കറിയ ഉണ്ട്, ഭരതും ഉണ്ട്. അപ്പോൾ ഭരതിനെ ഞാൻ ക്യാമറ പഠിപ്പിക്കാൻ വിട്ടു. ഞാൻ ആദ്യം എനിക്കറിയാവുന്ന ക്യാമറയൊക്കെ ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഗാഡ്ജറ്റ്സ് മാറുമ്പോഴത്തേക്ക് പുതിയ അപ്ഡേഷൻ ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ അവനെ പഠിപ്പിക്കാൻ വിട്ടു. അവൻ പഠിച്ചു. അവനിപ്പോൾ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ മാത്തുവിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ട്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു അതിന് വേണ്ടിയിട്ടാണ്. കലേഷേട്ടൻ മറ്റേ നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ തിലകൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ഇത് വേറെ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇതിനൊരു കച്ചവടം കാണൂല. കച്ചവടം ഇതിൻ്റെ അകത്ത് ഒരു കൃത്യമായിട്ടുള്ള അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ യൂറോപ്പിൽ പറഞ്ഞത് കലേഷന്റെ പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷനിൽ നിന്ന് നമ്മൾ വെച്ച മറ്റേ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് കലേഷേട്ടൻ വീട് വാങ്ങിക്കാനുള്ള സ്ഥലം വസ്തു വാങ്ങിക്കുന്നത്. പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം. വീട് പണി പക്ഷേ അത് കഴിയുമ്പോൾ മൂപ്പര് തങ്ങൾ നിർത്തും. ഇത് മതി, ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഈ ബിജുമേനോൻ സിനിമ എടുക്കുന്ന പോലെയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ബിജുമേനോന്റെ അടുത്ത് എല്ലാവരും കഥ പറയാൻ പറയും, കൊള്ളാം ഞാൻ വിളിക്കാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ബാലൻസ് ഉണ്ട്, ജീവിക്കാനുള്ള ഒരു ബാലൻസ്. അത് ബാലൻസ് മറ്റേതിനകത്തും കുറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ പടം നമുക്ക് നോക്കാം. അതുകൊണ്ട് മൂപ്പർക്ക് ഒരു കച്ചവടക്കാരനാവാൻ പറ്റൂല, കലേഷന്റെ കച്ചവടക്കാരനാവാൻ പറ്റൂല. അതല്ലേ ജീവിതം, അല്ലേ? അത് തന്നെ ജീവിതം. അല്ല ഇപ്പൊ വീട് നിൽക്കുന്ന നേരത്ത് റാഷിയും മാത്തും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടാ ലാസ്റ്റ് പരിപാടി എടാ പൈസ ഉണ്ടോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ പറയട്ടെ, എന്റെ കൂട്ടുകാരെല്ലാവരും അങ്ങേയറ്റം സമ്പന്നരാവണം എന്നുള്ളതാണ്. വേറെ ഒന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ അടുത്ത് കടം ചോദിക്കും. അതൊരടിപൊളി പോയിന്റ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കില്ല. എന്റെ ഫ്രണ്ട്സ് മൊത്തം റാഷിയുടെ ഒക്കെ പ്രോത്സാഹനങ്ങൾ ഗംഭീരമാവാനായിട്ട് ഞാനും നിങ്ങളെ ഫ്രണ്ട് ലിസ്റ്റ് നമുക്ക് ഇല്യാസ് ഉണ്ട്. ഇല്യാസ് നമ്മൾ 4 സുഹൃത്തുക്കളാണ് ഇപ്പോഴത്തെ ഇതിൽ. എനിക്ക് വേറെ സുഹൃത്തുക്കളുണ്ട്, മാത്തുവിന് വേറെ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ കോമൺ സർക്കിള് ഞാൻ, മാത്തു, റാഷി, ഇല്യാസ്, ഈ 4 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ റൂമിൽ പിന്നെ മറ്റു പൊട്ടിത്തെറിയാ. അലമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയോട് ചിരിയാ. എല്ലാവരും നമുക്ക് യാത്രയിൽ കിട്ടിയതാണ്. ഇതെല്ലാം യാത്രയിൽ നിന്ന് കിട്ടിയതാ. റാഷിനാണെങ്കിലും ഇല്ലാസിനാണെങ്കിലും ഒക്കെ യാത്രയിൽ നിന്ന് കിട്ടിയതാ. കാശ്മീർ മറ്റേ നമ്മൾ പറയും വഴിയിൽ നിന്ന് കിട്ടിയതെന്ന് പറയും. ഈ ഒരു കാശ്മീർ യാത്ര മൊത്തം നമ്മുടെ ഭ്രാന്തെന്ന് ആലോചിച്ചു. കാശ്മീർ മൊത്തം പൂട്ടിക്കിടക്ക, കൊറോണ ഒരു യാത്രയും നടക്കുന്നില്ല. അതിനിടയിൽ ആരോ കാശ്മീർ തുറന്നു എന്നൊരു അനൗൺസ്മെന്റ്. തുറന്നോന്നും അല്ല അറിയാൻ പാടില്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. എന്നിട്ട് ഇതിന് വാക്സിൻ എടുക്കണമെന്ന് ഒരു പിടിയില്ല. അങ്ങോട്ട് പോവന്നെ. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്നിട്ട് അവിടെ പോയി എയർപോർട്ടിൽ നിന്ന് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് മറ്റേ സുനയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് കൊറോണ ഇല്ലെന്ന്. അവിടെ കൊറോണ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരണം. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഈ കൊടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ പോയി. ഭാഗ്യത്തിനൊരു കുഞ്ഞിനും കൊറോണ ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി. ആ യാത്ര നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു യാത്രയാണ്. അവിടെ നിന്നാണ് കൊറോണയ്ക്ക് നമ്മൾ ഇനി ജീവിക്കോ മരിക്കോ എന്നൊന്നും ഒരാൾക്കും പിടിയില്ല. ലോക്ക്ഡൗൺ ആണ്, എല്ലാം അടഞ്ഞു കിടക്കുന്നു. അവിടെ നിന്ന് കാശ്മീർ ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷനായി മാറുന്നത് എനിക്ക് തോന്നുന്നു ആ ട്രിപ്പ് എന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം കാശ്മീർ ഇപ്പോഴത്തെ ഈ പെഹൽഗാം ഒക്കെ നമ്മൾ അന്ന് മറ്റേ കുതിരപ്പുറത്ത് അവിടെ പോയി അങ്ങ് പോയി പെഹൽഗാമിൽ ഇപ്പോൾ ഈ ഇഷ്യൂ നടന്ന സ്ഥലത്ത് നമ്മൾ കുതിരകളെ നിരത്ത് നിർത്തിയിട്ട് റാഷി ഭയങ്കര മറ്റേ എല്ലാം കൂടെ കുതിരകൾക്ക് മുമ്പിൽ നമ്മൾ നടക്കുകയും കുതിര അകമ്പടിയെ വരുന്ന സ്ഥലമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കാശ്മീരിന് ഇത്രയധികം ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് കൊറോണയ്ക്ക് ശേഷം എല്ലാവരും പോകാൻ തുടങ്ങി. പിന്നെ ഈ നമ്മുടെ യാത്രയുടെ വീഡിയോ കണ്ടിട്ട് പല ടൂർ കമ്പനികളും അങ്ങോട്ടേക്കുള്ള പാക്കേജുകൾ തുടങ്ങി. കൊറോണയ്ക്ക് ശേഷം ഫസ്റ്റ് നമ്മളാണ് തുടങ്ങുന്നത്.
അത് പോവാനായിട്ടുള്ളൊരു അത് ചങ്കുറപ്പം എന്നല്ല പറയുന്നത്, പൊട്ടത്തിലൊന്നാണ്. നമ്മളെപ്പോഴും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. ഭയങ്കര ബുദ്ധിപരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊന്നും വലിയ കാര്യമായിട്ട് വിജയിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര ഹാർട്ട്ഫുൾട്ട് ആയിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ഭയങ്കര ബുദ്ധിയൊക്കെ വെക്കാൻ നോക്കും, പിന്നെ എനിക്ക് മനസ്സിലാവും ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് ബാക്ക് ബെഞ്ചസ് ഒക്കെ മുതലാളിമാരും സിഇഒ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലിരുന്ന പരിപാടിയാണ്. സത്യം, ഒരു സംശയം വേണ്ട. എപ്പോഴും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ബിസിനസ്മാനെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്, അത് 80% ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അവരെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. പക്ഷേ ഈസി ആയിട്ട് അവർ കൂളായിട്ടാണ് നടത്തിക്കൊണ്ടുപോകും. ടെൻസിംഗ് എന്ന് പറഞ്ഞ ഒരുത്തനും ഹിലാരി എന്ന് പറഞ്ഞ ഒരുത്തനും പറയാണ് എവറസ്റ്റ് എന്ന് പറഞ്ഞ കൊടുമുടിയുടെ മേളിൽ ഒരു ദിവസം ഞങ്ങൾ കയറുന്നു. അന്ന് വരെ ലോകത്ത് ഒരുത്തനും കയറിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. നാട്ടുകാർ മുഴുവൻ അവരെ പ്രാന്തെന്നല്ലേ പറയുള്ളൂ. അതെ, ഇപ്പോഴാണല്ലോ നമ്മൾ എപ്പോഴും എല്ലാ സ്ഥലത്തും കേട്ടിട്ടുള്ളത് ടെൻസിങ്ങും ഹിലാരിയുമാണ്. ഈ എഡ്മണ്ട് ഹിലാരി എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ടെൻസിങ്ങിനെ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായോ? ഇയാൾക്ക് പോകാൻ വേണ്ടിയിട്ടാ, ഈ സായിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ചുമക്കാനായിട്ട് ഒരു പാവപ്പെട്ടവനെ വിളിച്ചതാണ് ടെൻസിങ്. ഷേർപ്പ. കാര്യമുള്ളൂ, നമുക്ക് അങ്ങനെ നമ്മുടെ ഭ്രാന്തിന് കൂടെ വരാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിട്ടില്ല. പിന്നെ എവറസ്റ്റ് അല്ല, അതിന് മുകളിൽ നമ്മൾ കൊടി കുത്തിയെടുക്കാൻ പറ്റും. ഇതില് ശരിക്കും പ്ലാൻ ആയിരുന്നായിരുന്നു? ഹിലാരിയുടെ നിങ്ങളുടെ കശ്മീർ നിങ്ങൾ അതിൽ വീണു. നമ്മൾ ഇതേവരെ അതിന് കരകയറാൻ എന്നെ പറഞ്ഞു വിട്ടു, അവൻ കച്ചവടക്കാരനാണ്, അവൻ മൂപ്പരെല്ലാം ഏറ്റിട്ട് വന്നിട്ട് നമ്മൾ കുടുങ്ങും. മൂപ്പരെന്ന് വെച്ചാൽ സർവ്വ വള്ളിയും പിടിക്കും. അതായത് ആകാശത്തു കൂടെ പോകുന്ന വള്ളിയൊക്കെ ഏണി വെച്ച് പിടിച്ചിട്ട് കൈ കൊണ്ട് തന്ന് നമ്മളെ കെട്ടിയിട്ടിട്ട് വലിച്ചു കൊണ്ടുപോകും. ഇതാണ് വകുപ്പ്. അപ്പൊ എനിക്കറിയാം വീണ്ടും ഏതോ വള്ളി ചെന്ന് ചാടാൻ പോകുന്നുണ്ട്, എന്നിട്ട് ഇത് ഞാൻ അനുഭവിക്കണം. മൂപ്പര് അനുഭവിച്ചാൽ പോരല്ലോ, എല്ലാ വള്ളിയും ഞാനും കൂടി അനുഭവിക്കണം. അവൻ സംസാരിക്കാൻ വരുന്നുണ്ട്, കോഴിക്കോട് വരുന്നുണ്ട്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പോയി സംസാരിച്ചേനെ, നിങ്ങൾക്ക് ഇത് ഡീൽ ചെയ്യാൻ അറിഞ്ഞുകൂടാ, നിങ്ങൾ പോയി ഓക്കെ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വരരുത്, ആലോചിക്കട്ടെ, ഞാൻ മാത്തുവായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ മതി. വലിയ ആവേശം അവിടെ കാണിക്കരുത്. ഒരു 1.5 രൂപ 2 രൂപയുടെ ആവേശം കാണിച്ചാൽ മതി, 10 രൂപയും കാണിച്ചിട്ട് വരരുത് എന്ന് പറഞ്ഞു. ഇവര് ആദ്യം ആളുകളെ കാണുമ്പോൾ തന്നെ എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ കൂടെ പോകുന്നു, ഒരാളെ കാണുന്നു, ചിരിക്കുന്നു, ഇതല്ലേ കലക്ഷൻ ഇല്ല. എല്ലാ എയർപോർട്ടിലും ഇത് നമ്മൾ തകർന്നു പോകണം. എവിടെയാണെന്നറിയോ? നമുക്ക് ആവാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഈ നമ്മൾ വിയന്നയിൽ വെച്ചിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ തന്നെ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പ്രോസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് ഞാൻ നോക്കുമ്പോൾ ഒരു പാകിസ്ഥാനി ദൂരേന്ന് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ അനിയത്തിപ്രഭ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയും കാണൂലേ, മറ്റേ ബുക്ക് മാറ്റി വെച്ചിട്ട് അതേപോലെ അയാളിങ്ങനെ ഞാൻ ഓടി വന്നിട്ട് കലേശ്വരനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോ ഞാൻ ചോദിച്ചു ഭയങ്കര ആത്മബന്ധാന്ന്, എവിടെയോ വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇമ്രാൻ എന്നാണ് പേര്. പെഷാവരി പുലാവൊക്കെ ഉണ്ടാക്കി തരും, പ്രിൻസെറ്റിന്റെ സ്റ്റാഫാണ്. പിന്നെ അപ്പം ഈ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് പുലാവ് ഉണ്ടാക്കും. അപ്പൊ ഈ പുലാവ് എനിക്ക് ഇഷ്ടമാണെന്ന് അറിയാം. പുലാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി പോലെ തന്നെ ഇരിക്കും. അതിനകത്ത് എന്തൊക്കെയോ ഒഴിച്ച് പുള്ളി ഭയങ്കര ടേസ്റ്റി ആക്കി. പുള്ളി പെഷാവരി ഇച്ചിരി സ്വീറ്റുള്ള ഒരു ബിരിയാണി പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മൾ മനം മയക്കിയ ആളാണ്. ഫുഡ് തരുന്ന ആളിനോട് നമുക്ക് അത് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ മറ്റേ ഇവിടെ കണ്ട ഈ നമ്മുടെ ദുബായില് ആ കടപ്പുറത്ത് കച്ചവടം നടത്തുന്ന ഒരു പെൺകുച്ചുണ്ടായിരുന്നല്ലോ, മാലയും വളയൊക്കെ കച്ചവടം നടത്തുന്ന ഒരു എമിനി, അതെന്തായിരുന്നു? ഫുഡ് ഉണ്ടാക്കി തന്നതായിരുന്നു? കരച്ചില് നമ്മള് കുറെ കാലത്തിന് ശേഷം കാണുന്നത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എനിക്ക് മനസ്സിലാവുന്നത്, അതായത് ഇവർക്ക് സംസാരിക്കാൻ കോമൺ ആയിട്ട് ഭാഷ പോലും ഇല്ല. ആ പെൺകൊച്ചിന് ഇംഗ്ലീഷ് പറയുമ്പോഴുള്ള യമനാണ്, അല്ല ടർക്കിഷ് ആണ്. ഇങ്ങർക്ക് ഹിന്ദി പോലും അറിയാൻ പാടില്ല. എന്നിട്ട് ഇവര് ഇത് പക്ഷെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയല്ല, അല്ലെങ്കിൽ നമുക്ക് എഴുതാനും വായിക്കാനും പറ്റുന്ന ഒരു ഭാഷയല്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഇത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കുറച്ച് അങ്ങനെ അത്ഭുതങ്ങളുണ്ട്. ഇവിടെ വരുമ്പോഴല്ലേ എമിനി അടുത്ത സുഹൃത്താ. പണ്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ കാലത്ത് ആദ്യത്തെ എനിക്ക് തോന്നുന്നു, പിന്നെ ആ ഒരു
നമ്മുടെ ഗോപി മേനൻ ആണ് ആദ്യത്തെ ഷോ ചെയ്യുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വഴിയോര കാഴ്ചകൾ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷോ ആണ് ഹലോ ദുബായ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട പിന്നെ ഉഗ്ര ഫ്രണ്ടാ, ഭയങ്കര നമ്മള് പെരുന്നാളിന് കണ്ടതാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് സ്ഥിരമായിട്ട് നമ്മൾ അവിടുന്ന് അവളുടെ കടയിൽ ഇരിക്കുകയും നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ അവളുടെ കടയിൽ പോയിരിക്കുകയും അവള് ഫ്രീ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയും ഷവർമയൊക്കെ കഴിക്കുകയും പിന്നെ തിരിച്ച് റൂമിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ബന്ധമാണ്. സുബിന് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല, അതായത് നിങ്ങൾ തമ്മിൽ അതായത് ഇതിനകത്ത് കറക്റ്റ് ഇപ്പൊ സുബിൻ എന്റെ അടുത്ത് ആദ്യം ചോദിച്ചില്ലേ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം എങ്ങനെയാണ് മറ്റേ തകരാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ചോദിച്ചില്ലേ? ഇത് ആകെ ഒറ്റ പണി മാത്രമേ ഉള്ളൂ, മൂപ്പരെ ഡീൽ ചെയ്യുക എന്നുള്ളത് മാത്രം. പിന്നെ മൂപ്പരെ ഡീൽ ചെയ്യാന്ന് ഞാൻ ആ പണി മാത്രം എടുത്താൽ മതി. എനിക്ക് വേണ്ടിയിട്ട് തേക്കാനുള്ള ബ്രഷ്, ഡ്രസ്, അല്ലെങ്കിൽ എന്താണെന്നറിയോ, ചില നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ വീടുകളിലായിരിക്കും അക്കോമഡേഷൻ, എവിടെയാണെന്നൊന്നും പറയാൻ പറ്റൂല. ചില സ്ഥലത്ത് ഈ ടർക്കി പോലത്തെ സാധനങ്ങൾ തരാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ഹോട്ടലിൽ ടർക്കി പോലും കിട്ടൂല, ബ്രഷും കിട്ടൂല. ഇവൻ ഒന്നും കൊണ്ടുവരാതെ വരുന്നത്. അപ്പൊ ഞാൻ ഈ രാവിലെ എണീറ്റ് എവിടെയെങ്കിലും പോയിട്ട് ഇവന് ടർക്കി വാങ്ങിക്കാനും ഇവന് ഇതിനും നമ്മൾ ഒരുമിച്ച്. കലേഷേട്ടിനുള്ള യാത്രകളിലാണെങ്കിൽ എനിക്ക് ക്യാബിൻ സൈസ് ബാഗ് ഉണ്ടാവുള്ളൂ, കലേഷേട്ടിന് ഇല്ലാത്ത യാത്രകളിൽ മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ നമുക്ക് തോർത്താനുള്ള തോർത്ത്, പല്ല് വയ്ക്കാനുള്ള ബ്രഷ്, ഞാൻ ആകെ അങ്ങോട്ട് കൊടുക്കും അലക്കാനുള്ള തുണി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ചോദ്യം, ഇവന്റെ എല്ലാ ഡ്രസ്സും ഒരു സാധനമില്ല. കണ്ണൂർ ഷോ ആണ്, 3 ഷോ ഉണ്ടെന്ന് വെച്ചോ, ഒരു ഡ്രസ്സും ഇല്ലാതെ വരും. ഒരു ചെറിയ പെട്ടിയിൽ 2-3 അണ്ടർവെയർ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ 1-2 ടീഷർട്ടുകൾ, കോസ്റ്റ്യൂം എല്ലാം ഞാൻ തേച്ച് കൊണ്ടുവരുന്ന. സമാധാനമുണ്ട്, ചില്ലാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് മറ്റേ ശങ്കരാടി ലൈനാണ്, നമ്മള് പരമാവധി കാര്യങ്ങൾ മറ്റോ സിദ്ധാന്തം പറയാ, മൂപ്പര് പണിയെടുക്കുക, നമ്മള് സിദ്ധാന്തം പറയാ. പണിയെടുക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, സമാധാനപരമായിട്ട് എക്സ്ട്രാ എടുത്തു. അതെ, സമയം, അതെ സമയം നോക്കിയാൽ അതെ, അത് മാത്രമേ ഉള്ളൂ. മൂപ്പർക്ക് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. മൂപ്പര് ഈ നമ്മള് 45 മിനിറ്റ് ആയിരിക്കും കറക്റ്റ് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സ്റ്റേജിൽ കയറുമല്ലോ. അപ്പോൾ 45 മിനിറ്റ് എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് കാലെടുത്ത് കുത്തുന്ന പോയിന്റിൽ എൻ്റെ വാച്ചിൻ്റെ മറ്റേ സൂചി വേണം, ടക് 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 മറ്റേ ടിക് ടിക് അടിച്ചുകൊണ്ടിരിക്കും. കലേശൻ എങ്ങനെയാണെന്ന് അറിയോ, അതുവരെ സൂചി ഉണ്ടാവും. ഈ സ്റ്റേജിലേക്ക് കാല് കുത്തണ പോയിട്ടിട്ട് കലേശന്റെ വാച്ച് അങ്ങ് ഓഫ് ആവും. പിന്നെ ഇതില്ല, പിന്നെ 45 മിനിറ്റ് കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു. ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ എന്റെ ചിരിയുടെ മറ്റേ വോൾട്ടേജ് കുറച്ചിട്ട് ഞാനിങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു വലിയുണ്ട്, ആ വലിയിലാണ് 1.5 മണിക്കൂർ. പുള്ളി ആദ്യമായിട്ട് കല്യാണം കഴിക്കുമ്പോ നിങ്ങൾ എന്താണ് പറഞ്ഞത്? മൂപ്പര് ഞാനാണത് നടത്തി കൊടുത്തത്. ഞാനില്ലായിരുന്നെങ്കിൽ ആ കല്യാണം നടക്കൂല. ഇല്ല, നടക്കൂല. കാരണം ഇവന് പിന്നെ മമ്മിക്ക് ഭയങ്കര ആഗ്രഹം, ഇവനെ എങ്ങനെയെങ്കിലും കെട്ടിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ പിന്നെ മമ്മിക്ക് ഒരു പെയിനായിട്ട് നെഞ്ചി കിടക്കുന്ന സാധനമാണ്. പിന്നെ ഇവനെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് പറയൂല. ഇത് നിങ്ങളാണ് കേൾക്കുന്നത്. അല്ല, എന്നോട് പറയും. ഇവൻ ഇല്ലാത്തപ്പോൾ മമ്മി, ഞാനും ദിവ്യയും കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് ഏതായിരുന്നാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനി ആയാൽ മതി എന്നാദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ക്രിസ്ത്യാനി ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പെണ്ണായാൽ മതി. അതവിടുന്ന് പെണ്ണായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അപ്പൊ ഇത് മമ്മിയുടെ പെയിൻ നമുക്കറിയാം. മമ്മി ഇത് ഒന്നും അങ്ങനെ പറയൂല. മമ്മി പള്ളിയിൽ പോക്ക് പോലും നിർത്തിയിരുന്നു. ഇവൻ മോന് കല്യാണം ആയില്ലേ എന്ന് ചോദിച്ച് പള്ളിയിൽ പോക്ക് വരെ നിർത്തിയ ആളാണ് മാത്തൂന്റെ മമ്മി. അപ്പൊ ഇവനെ കെട്ടിക്കുക എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ ഫാമിലി മൊത്തത്തില് എല്ലാവർക്കും. ഇപ്പൊ മാത്തൂന്റെ അവിടുത്തെ ഒരു ബാച്ചുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്. പക്ഷെ മാത്തു ഒന്നിലും ഇതാവുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും പല സ്ഥലത്തു നിന്നും ബിരിയാണിയും ഇതൊക്കെ ആയിട്ട്, മലബാറല്ലേ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്നുട്ടോ, പുറത്ത് പോയി കഴിക്കരുത്, ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഈ KMCT പിന്നെ എലിസബത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ കോഴിക്കോടും മലപ്പുറമാണ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. ഇവളെപ്പോഴും വരും. പക്ഷെ ഇവനെ കാണുമ്പോഴത്തേക്ക് അവൾക്കൊരു ഇളക്കവും കണ്ണുകൾക്കൊരു തിളക്കമൊക്കെ ഉണ്ട്. അത് ഞാൻ ഫൈൻഡ് ചെയ്തിട്ട് മാത്തൂൻ്റെ അടുത്ത് ചോദിച്ചു, ആ കൊച്ചെന്താ ലൈൻ അല്ല മറ്റേ ഈ ലോകത്തുള്ള സർവ്വ പുരുഷന്മാരുടെയും ചങ്ക് പഠിപ്പിച്ചിട്ടുള്ള
ഒരു സുഹൃത്തിന്റെ ഒരു വാചകം ഉണ്ടാവും, അവക്ക് നിന്നോട് എന്തോ ഉണ്ട്. എന്തോ അപ്പൊ ഇവൻ ആദ്യം ഒന്നും മനസ്സ് തുറക്കുന്നില്ല. നമ്മുടെ എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വരുമ്പോഴത്തേക്ക് കലേഷേട്ടൻ ഇതാണ്. ഇവനെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് ഒരു തിളക്കമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ കൊച്ചിന് നിന്നോട് എന്തോ ഉണ്ട്. ബാക്കി ഇപ്പോൾ എത്രയോ പേര് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അളിയ ഉണ്ട്, പക്ഷേ നടക്കില്ല. നമ്മൾ തൊട്ടടുത്ത വീടുകളാണ്, ഒരു പള്ളിയാണ്, എല്ലാ പ്രാവശ്യവും മുഖത്തോട് മുഖം നോക്കേണ്ടതാണ്. ഇത് പോകുന്നെങ്കിൽ ഒളിച്ചോട്ടേ നടക്കുള്ളൂ. ഒളിച്ചോട്ടം നടത്തിയിട്ട് എനിക്ക് ആ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അളിയനിത് വിട്ടേക്ക്, ഇത് അളിയൻ മൂപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവള് കൂടെ വരുന്നുണ്ട്. ഞാൻ അവസാനം ഗതി കെട്ടിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് ഈ പുള്ളി താല്പര്യമുണ്ടോ? അവൾ പറഞ്ഞു ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, ആ പുള്ളി പിടിയേരത്തില്ല എന്നാണ്. ഞാൻ പറഞ്ഞു നീ ശ്രമിച്ചാൽ നടക്കും. ശരിക്കും? ഞാൻ പറഞ്ഞു ശരിക്കും. നീ ശ്രമിച്ചു നോക്ക്, നീ കട്ടയ്ക്ക് പിടിച്ചു നോക്ക്, അല്ലെങ്കിൽ ഈ പുള്ളി ഊരിപ്പോവും. അങ്ങനെയാണ് മമ്മൂട്ടിയായിട്ട് നിന്ന് ഞാൻ കുഞ്ചാക്കോ ബോബനായി മാറി. ഞാൻ ഈ നാടിയുടെ പറഞ്ഞു, ഇത് ഇവള് കല്യാണം കഴിച്ച് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നീ എന്നെയും വിളിച്ചോണ്ട് പോവും, എൻ്റെ ലിവർ പോവും. എനിക്ക് ലിവർ കളയാൻ താല്പര്യമില്ല അളിയ. ഇവൻ ഉറപ്പായിട്ടും കരഞ്ഞ് വിളിച്ച് പീന്ന് കരയുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു അളിയ ഞാൻ എൻ്റെ ലിവർ കളയാൻ തയ്യാറല്ല, നീ വേണമെങ്കിൽ ആ കൊച്ചിനെ കെട്ടിക്കോ, ഇപ്പം കെട്ടിയാൽ നടക്കുമെന്ന് പറഞ്ഞു. ഇവള് ബോൾഡായിട്ടൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയതിൻ്റെ പേരിലാണ് ഇവൻ ഇന്ന് കല്യാണം കഴിച്ച് ഇവിടെ ഇരിക്കുന്നത്. അല്ല പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, അത്രയും ക്ലോസ് ആയ സ്ഥിതിക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആളെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരണ്ടേ കറക്റ്റ് സമയത്ത് അല്ലേ? എന്തൊക്കെയാണ് പുള്ളി ട്രെയിൻ ചെയ്തത്? അല്ല മൂപ്പര് ആയത് എൻ്റെ അടുത്ത് ഈ പറഞ്ഞൊക്കെ തന്നെ. അതായത് നമുക്കൊരാളെ കാണുമ്പോൾ അറിയാലോ, ഒരാൾ വരുമ്പോൾ ഒരു നമുക്ക് ആരാധകർ വരുന്നതും ഒരു കാമുകി വരുന്നതും നമുക്ക് വ്യത്യാസം ആർക്കും കണ്ടാൽ മനസ്സിലാവുന്നു. ആർക്കൊന്നും പറയില്ല. ഞാനിങ്ങനെ വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ട് ഫാമിലീസിനെ അറിയാം, നമ്മൾ വീട് തമ്മിൽ അധികം ദൂരമില്ല. വേണമെങ്കിൽ എൻ്റെ വീട്ടിലെ വൈഫൈ കട്ടാകുമ്പോൾ വൈഫിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വൈഫൈ കിട്ടും. അപ്പോൾ അത്ര അടുത്തുള്ള ആൾക്കാർ തമ്മിൽ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഞെട്ടൽ വെറുതെ നാട്ടുകാർക്ക് വെറുതെ ഒരു പ്രഷർ കൊടുക്കണേ. പ്രായത്തിന്റെ ചെറിയ വ്യത്യാസം, ചെറുതല്ലാത്ത വ്യത്യാസം. അതെ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മമ്മൂട്ടി നിൽക്കണ വരെ നിൽക്കുമായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഉള്ളിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള സംഭവങ്ങൾ ഓർത്തിട്ടാണല്ലോ നമ്മൾ വേണ്ട എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായി, ഈ നാട്ടുകാരെ കുറിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാം. ഞാനും അത് പറഞ്ഞു, നാട്ടുകാരെ കുറിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ശരിയായില്ലേ, തീരുമാനം എടുത്തിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല. അല്ല ഇപ്പൊ നാട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല. ഇവൻ പറഞ്ഞ് നാട്ടുകാർ വരെ ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയല്ല, ഇത് എല്ലാ നാടിനും ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ എല്ലാ നാടിനുള്ള നമ്മളിപ്പോ തൊട്ടടുത്തുള്ള രണ്ടുപേര് കല്യാണം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പൊ തലശ്ശേരിയിൽ എന്താ സംഭവിക്കുക എന്നുള്ള തോന്നുന്നുണ്ടാവല്ലോ. ആ ഞെട്ടൽ അതിപ്പോ തിരുവനന്തപുരത്താണെങ്കിൽ ആ ഹേക്ക് കുറച്ചും കൂടി വേറെ തരത്തിലുള്ള ഈണമായിരിക്കും. അപ്പൊ വെറുതെ ഈണം കൂട്ടണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതെനിക്ക് ദുബായിൽ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ആദ്യമായിട്ട് എനിക്ക് ഈ ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ്. ഒരു സമയത്ത് എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഒരു 5 നിലയുടെ മേളിൽ എനിക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങിയിട്ട് നമ്മളപ്പോൾ തന്നെ അവിടെ നിന്ന് മാറിപ്പോവും. ഞാൻ ഇവിടെ വന്ന് ഇത് സ്കൈ ഡൈവ് ചെയ്തു ദുബായിൽ വന്ന്. അപ്പോൾ അന്ന് ഈ ഫ്ലൈറ്റിൻ്റെ തുറന്നിട്ടേക്കണ വാതിലിൻ്റെ തുമ്പറ്റത്ത് നിന്നിട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ പാം ഐലൻഡിൽ കൂടെ പോകുന്ന ബോട്ടിൻ്റെ വര ഒക്കെ ഞാനൊരു 15,000 അടി മീതേന്ന് ഇങ്ങനെ കാണുക. അപ്പോൾ ഇങ്ങനെ പച്ച ലൈറ്റ് കളിയുമ്പോൾ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഇതിനെടുത്ത് ചാടണം. 5 നിലയുടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോണം ഞാൻ. എൻ്റെ ഷൂസിൻ്റെ പകുതി ഫ്ലൈറ്റിൻ്റെ ഡോറിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ചാടാൻ വേണ്ടി. നല്ല തണുപ്പ് നെഞ്ചിലടിക്കും. അവിടെ നിന്ന് നമ്മളെടുത്തൊരു ചാട്ടം ചാടും. 3 സെക്കൻഡ് നമ്മൾ വിചാരിക്കാൻ മരിച്ചു എന്നാ. അതെന്താണെന്ന് വെച്ചാൽ ഈ ചങ്ങാതിക്ക് ഭ്രാന്തായി നമ്മളെ കൂടെ ചാടുന്ന ആളില്ലേ, നമ്മുടെ സേഫ് ഗാർഡ് ഇല്ലേ, പുള്ളിക്ക് ഭ്രാന്തായ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും, പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ കുറെ ചിന്തകൾ വരും. 3 സെക്കൻഡ് മരിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഷോൾഡർ തട്ടുന്ന സമയത്ത് നമ്മൾ ബനാന പൊസിഷനിൽ വരും. അപ്പൊ ഈ വിരലിന്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റ് പോകണം പറയാൻ പറ്റും. നമ്മൾ വിരലൊന്ന് കൂട്ടി പിടിച്ചു നോക്കും, അപ്പൊ ഒരു ബാലൻസ് കിട്ടും എവിടെയോ. ഈ ബാലൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് കണ്ണു തുറക്കാനുള്ള ധൈര്യം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഈന്തപ്പന പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ മുകളിൽ 2 കൈയും വിരിച്ച് ഒരു പരുന്ത് നിൽക്കണ പോലെ ഇങ്ങനെ പറന്ന് നിൽക്കുകയാണ്. ആദ്യത്തെ കുറേ സെക്കൻഡ്സ് ഫ്രീ ഫോളാണ്.
ഒരു 40-48 സെക്കൻഡോ ഫ്രീ ഫോളോ, 1 മിനിറ്റോളം ഫ്രീ ഫോളോ. നമുക്ക് അപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എന്താവണം നമ്മുടെ ഭയം, എടുത്തങ്ങ് ചാടുക, 3 സെക്കൻഡ് വിറയ്ക്കും, 4ാമത്തെ സെക്കൻഡിൽ നമുക്കൊരു ചിറക് വരും. ഇനി അടുത്തൊരു ചോദ്യം, നിങ്ങൾ അതിന്റെ അകത്ത് കയറ്റി റാഷിയാണോ? എബ്രഹാം ചുങ്കത്ത് എബ്രഹാം ചുങ്കത്താണ് നമ്മുടെ പ്രൊഡ്യൂസറാണ്. പക്ഷെ റാഷിയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. അന്ന് നമ്മുടെ സ്പോൺസർ ആയിരുന്നു നമ്മുടെ ആ ഉടൻപണം വരുന്ന സമയത്ത് നമ്മുടെ സ്പോൺസർ അരുവയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റാഷിയുടെ ട്രാവൽ ഷോപ്പും നമ്മൾ രണ്ടും ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ലുങ്കി കൊടുത്ത് ലിമോസിൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ റാഷിയുടെ പുതിയൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മൾ അതും ഉദ്ഘാടനം ചെയ്തു. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവട്ടെ. ഞാൻ പറഞ്ഞ പോലെ എന്റെ സുഹൃത്തുക്കളെല്ലാവരും സമ്പന്നരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈയിടെ ഞാൻ തോന്നുന്നു നിങ്ങളുടെ ഡിസോർഡർ പണ്ടേ ഉണ്ട്. എന്നെ കുറിച്ച് പിന്നെ ദിവ്യ പറയുന്നത് മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഡിസോർഡർ പണ്ടേ ഉണ്ട്, കുറച്ചുകൂടി ആഡ് ചെയ്യണം. അതെ, കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ട ഈ പലതരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. ഈ മൂപ്പർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കലേശേട്ടൻ്റെ ചെറിയ ഭ്രാന്തുണ്ട്, പക്ഷെ അത് ബാക്കിയുള്ളവരെ ഹനിക്കുന്ന ഭ്രാന്തല്ല. അതുള്ളിടത്തോളം കാലം ആ ഭ്രാന്ത് ഭംഗിയുള്ളൊരു ഭ്രാന്താണ്. ഭംഗിയുള്ളൊരു ഡിസോർഡർ അല്ല, നമ്മൾ പിരിമുറുക്കത്തെക്കാളും നല്ലത് നമ്മള് മാത്തു പറഞ്ഞ ഡയലോഗാ. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനമില്ലേ നമുക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിനക്കൊരു പിരി ലൂസാണ്. നമ്മുടെ കൂട്ടുകാർ പറയാറുണ്ട്, നമ്മളൊക്കെ പൊട്ടിത്തെറിച്ച് നടന്നൊരു സമയത്ത് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒരു പിരി ലൂസാണെന്ന്. അത് ഈ ബികോം പഠിച്ചൊരുത്തൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവൻ അന്ന് ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേടാ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ ഇങ്ങനെ ഇരുന്ന് പിരി മുറുകണേക്കാളും നല്ലത് ഒരു പിരി ലൂസാവണതാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൽ വട്ടില്ലാത്ത ഒരുത്തനെ എടുത്തിട്ടില്ല. അതെ, സോർബ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. സോർബ പുസ്തകമാണ് ശരിക്കും, സോർബ ദ ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. അപ്പോൾ സോർബയുടെ അടുത്ത് മുതലാളി അവസാനം ചോദിക്കുന്നുണ്ട്, ഈ മൂപ്പരുടെ സന്തോഷം കണ്ടിട്ട് ഈ ഇങ്ങനെ ചെന്നിട്ട് ചോദിക്കും, എനിക്ക് നിന്നേക്കാൾ കൂടുതൽ കാശുണ്ട്, എനിക്ക് നിന്നേക്കാളും കൂടുതൽ നിറമുണ്ട്, എനിക്ക് നിന്നേക്കാൾ കൂടുതൽ മറ്റേ ജാതിയുടെ പെരുമയുണ്ട്, എല്ലാം എനിക്കാണ് കൂടുതൽ, നീ എൻ്റെ തൊഴിലാളിയാണ്, പക്ഷെ എന്നിട്ട് നീ സന്തോഷിക്കുന്ന പോലെ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല, എന്താ ഇതിൻ്റെ റീസൺ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോർബ പറയുന്ന ഉത്തരം, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഒറ്റ സാധനം മാത്രമില്ല, ഒരു ഇത്തിരി ഭ്രാന്ത്. എല്ലാരും അല്ല, ഈ മൊത്തം അടഞ്ഞു കിടന്ന സമയത്ത്, കൊറോണ മൊത്തം പിരിമുറുക്കിയിരിക്കുന്ന സമയത്ത്, ആൾക്കാർ എങ്ങനെയെങ്കിലും കാശ് കൊടുത്ത് GCC നിന്നൊക്കെ നാട്ടിൽ വന്ന് മക്കളെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് കാശ്മീരിലേക്ക് ടൂർ പോവാന്ന് പറയുന്നവനാണ് നമ്മുടെ ഫ്രണ്ട്. ഈ വെട്ടത്തിനും അപ്പുറത്ത് ഇരുട്ടത്ത് വന്നിപ്പെടുന്നു. കോഴിക്കോട് ചെന്നിറങ്ങുന്ന സമയത്ത് 3 മണിക്ക് പത്തിരി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. 3 മണിക്ക് പത്തിരിയും ബീഫും കിട്ടും, നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചിട്ട് രാത്രി വെളുപ്പാൻ കാലത്ത് ഈ പത്തിരിയും ബീഫും കഴിക്കാൻ കൊണ്ടുപോകുന്ന ഫ്രണ്ടാണ് ഇല്യാസ്. അവൻ ഭ്രാന്തല്ലേ? ഭക്ഷണം നമുക്കൊരു ഒരുവിധമുള്ള എല്ലാവരും ഇതാ വകുപ്പ്. നമുക്ക് വേറൊരു മൂപ്പരുണ്ട്. നമ്മള് എറണാകുളത്ത് ഹോളിഡേയിൽ താമസിക്കുന്ന സമയത്ത്, എവിടെയുള്ള നമ്മളിപ്പോ എറണാകുളത്തുണ്ട്, എവിടെ ഇന്ന സ്ഥലത്തുണ്ട്, എന്താ പരിപാടി, നമ്മളൊന്നുമില്ല, നമ്മൾ കോഴിക്കോടേക്ക് പോകാൻ പോണു, നിങ്ങളെവിടെയാ, ജ്യോതിയേട്ടനെ പേര്, ഞാൻ ഇവിടെ ഉണ്ട്, എവിടെ, പാലക്കാടുണ്ട്, അപ്പോൾ നിങ്ങൾ കോഴിക്കോട്ടേക്കാ പോണേ, അതെ, അന്നൊരു പണിയാ, ഞാൻ വന്ന് പിക്ക് ചെയ്യാം, ഞാൻ തൃശ്ശൂരിക്കാം. ഞാൻ വന്ന് പിക്ക് ചെയ്യാന്നോ, ഏത് പാലക്കാട് നിന്ന് ഇവിടെ വന്നിട്ടോ, എനിക്ക് 2.5 മണിക്കൂർ, എനിക്ക് 2.5 മണിക്കൂർ മതിയല്ലോ, ഞാൻ നിങ്ങളെ വന്ന് പിക്ക് ചെയ്ത് ഏത് മൂപ്പരാവിടെ പാലക്കാട് വഴി കറങ്ങി കോഴിക്കോട് ചെല്ലും. അത് ഭ്രാന്ത്. അത് മാത്രമല്ല, എവിടെ പോയാലും, ഞാനിപ്പോ ഫ്രാൻസിൽ പോണെങ്കിലും ഒറ്റപ്പല വഴി പോയി മതി. ഒറ്റപ്പല വഴിയാണല്ലോ ഫ്രാൻസിലേക്ക് പോകാൻ എളുപ്പമെന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് ആരെ കിട്ടിയാലും മൂപ്പരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അവിടെ നിന്ന് ഭക്ഷണം കഴിപ്പിക്കണം, അവിടെ കിടത്തി ഉറക്കണം. ഒറ്റപ്പാലം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ കിടക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ഹോട്ടലിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ ഏരിയയിൽ ഷൊർണൂർ, പാലക്കാട്, ഒറ്റപ്പാലം സൈഡ്, അവിടെ ഷൊർണൂർ തുടങ്ങി അങ്ങോട്ടേക്ക് എവിടെ പ്രോഗ്രാം വന്നാലും ഇയാളുടെ വീട്ടിലാണ് കിടക്കുന്നത്. ചിലപ്പോൾ തിണ്ണയിലായിരിക്കും, യഥാർത്ഥ സുഹൃത്താണ്. ചില സമയത്ത് പിന്നെ മൂപ്പരുടെ വേറൊരു പ്രധാനപ്പെട്ട വിനോദമുണ്ട്. നമ്മളെ ആരെങ്കിലും മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. പുള്ളി ആഗ്രഹിന്ന് മറ്റേ BSF റിട്ടയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ, ആർമി ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും കേട്ടോ. പുള്ളിനെ മുമ്പിൽ കൊണ്ടുവരുത്തും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? ഇയാളെ അറിയോന്ന് ചോദിക്കും. ഇവരെ മനസ്സിലായോ? ഇയാളെ അറിയോ? ഈ ആർമിക്കാരുടെ അടുത്ത്. അപ്പൊ പുള്ളി ചുഴിഞ്ഞു നോക്കും, പട്ടാളക്കാരൻ നോക്കണാര് നോക്കും. എനിക്ക് മനസ്സിലായില്ല.
ടി വി ആണല്ലേ? അല്ല, മനസ്സിലായില്ല. ഇത്രയും ഫേമസ് ആയി ഇവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കൂട്ടോ, ഫേമസ് ആയി ഞങ്ങളെ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ മട്ടില്. ഇവരെ അറിയില്ല വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പൊ മാത്തു പറയും, ഞാൻ എന്റെ പേര് മാത്തുക്കുട്ടി എന്നാണ്, ഈ നിൽക്കുന്ന ആള് കല്ലു എന്നാണ്. എന്നിട്ട് ഈ മൂപ്പര മുഴുവൻ നമ്മള് ഇവിടെ ഒരു ചാനൽ ഉണ്ടെന്നും ആ ചാനലിൽ ഉടൻപടം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്നും ഉടൻപടത്തിൽ രണ്ട് അവതാരങ്ങൾ ഉണ്ടെന്നും അതിന്റെ കേട്ടോ. അപ്പൊ നമ്മള് ഉടൻപണം എന്ന് പറയുന്ന ഒരു പരിപാടി മഴവിൽ മനോരമയോ അങ്ങനെ ഒരു ചാനലുണ്ടോ എന്നൊക്കെ പുള്ളി ചോദിക്കും. പുള്ളിക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. കാരണം പുള്ളി ടി വി പോലും കാണാതെ കുറെ നാള് BSF വർക്ക് ചെയ്തിട്ട് പുള്ളി തിരിച്ചു വന്ന ആളാ. ഇദ്ദേഹത്തെ ഞാൻ ജ്യോതിയേട്ടനോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് കല്ലു ടി വിയിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഇയാൾ അറിയോന്ന് പോയിട്ട് അഹങ്കാരത്തിൽ അവരോട് ചോദിക്കുന്നത്. ഒരു 5-8 പ്രാവശ്യത്ത് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് നേരത്തോട്ട് പറഞ്ഞു ഇനി മേലെ നമ്മളെ ഈ അറിയൂലാത്ത ആൾക്കാർ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ മുഖത്ത് ഏത് ഭാവം തോന്നുന്നില്ല. ഇതാ അപ്പ് നോക്കണ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയേ. പക്ഷേ ഈ ജ്യോതിയേട്ടൻ തന്നെ എന്തു സഹായത്തിനും എങ്ങോട്ട് ലോകത്തെ ഏത് സ്ഥലത്ത് പോയി വണ്ടി ഓടിച്ച് എന്തെങ്കിലും സാധനം കൊണ്ടുവരണമെങ്കിലും അതൊക്കെ കൊണ്ടുതരും. നമ്മളിപ്പോ അരുണാചൽ പ്രദേശിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും ഞാൻ വണ്ടി കൊണ്ടുപോകാന്ന് പറയാം. അരുണാചൽ പ്രദേശിൽ ഇത് വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, മൂപ്പര് പറയും മൂപ്പര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഫ്ലൈറ്റിന് വേണം, നമുക്ക് വണ്ടി പോകാന്ന് പറയും. അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളെ ഗ്യാങ്ങിൽ. ഇത് പെട്രോൾ അടിക്കാൻ പോലും സമ്മതിക്കൂല ചില സമയത്ത് പുള്ളി. നമ്മുടെ കൂട്ടത്തില് കച്ചവടക്കാര് എന്ന് പറയുന്നത് മറ്റേ എന്താ പറയാ, ഹൃദയം കൊണ്ട് കച്ചവടം ചെയ്യുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബുദ്ധി കൊണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ല. നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞ അല്ലേ? അവനൊഴികെ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുമ്പോ ഇവരുടെ ഫ്ലൈറ്റിന്റെ കൈമുണ്ട്. അതുകൊണ്ട് നമുക്ക് സത്യത്തിൽ നമ്മൾ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 4 മണിക്കൂർ ഈസി ആയിട്ട് നമ്മളിതൊരു 2 എപ്പിസോഡോ 3 എപ്പിസോഡോ ആക്കിയിട്ട് നമ്മൾ ഇത് ചെയ്തു തീർക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്ന്, ഭക്ഷണം. നിങ്ങൾ രണ്ടുപേരും ഒരു ഫുഡ് ക്രിറ്റിക് ആണ്. ഭക്ഷണം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കുക്കറി ഷോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഷെഫ് ആവാൻ പഠിച്ചിട്ടുള്ളവരാ. യെസ്, അതും അങ്ങനെ. അവൻ ഞാൻ നിങ്ങളൊരു കുഴപ്പിച്ച ചോദ്യം ചോദിക്കാൻ പോയാൽ ഡിപ്ലോമാറ്റിക്കലി പലവരും വന്നിട്ട് ആ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ജില്ല ഏതാണ്? മലപ്പുറം. കോഴിക്കോട്. ഒരു ഇൻസ്റ്റൻസ് പറയാൻ പറ്റൂ? കോഴിക്കോട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളത്. കോഴിക്കോടിന്റെ എന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്നാണ് ഈ കോഴിക്കോട്, വീട്ടിൽ നിന്നാണെങ്കിൽ മലപ്പുറം. അതങ്ങനെയാണ്. പിന്നെ തലശ്ശേരിക്കാരന് മുന്നിൽ കണ്ണൂരുണ്ട്. കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ആനന്ദഭവൻ. കോഴിക്കോടാണ് ഹോട്ടൽസിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ബെസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ബെസ്റ്റ് ആനന്ദഭവനാണ്. ആനന്ദഭവനിൽ മുരു, കല്ലുമ്മക്കായ, മീൻ പൊരിച്ച്, സീ ഫുഡ് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അത് ഉഗ്രനാണ്. പിന്നെ സീ ഫുഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കാണുന്ന എല്ലാം തിന്നുക എന്നുള്ളതാണ്. സീ ഫുഡ് ഡയറ്റ്. തലശ്ശേരി ഇപ്പൊ ഞാൻ കൊച്ചിയിൽ നമ്മുടെ ഓഫീസും നമ്മുടെ ഇത് പരിസരവും മുഴുവൻ കൊച്ചി ബേസ് ചെയ്തിട്ടാണല്ലോ. ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചതിന് ശേഷമുള്ള സമയത്തൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൊച്ചിയിൽ പോയിട്ടൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. നമുക്ക് വിശപ്പ് മാറാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. നല്ല ഹോട്ടൽസ് കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10-20 വർഷത്തിനുള്ളിൽ, ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത് മാറി. ഇത് ഗംഭീരമായിട്ടാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തലശ്ശേരിക്കാരാണ്. കാരണം നിങ്ങളൊരു കൊച്ചിയിലെ ഏറ്റവും നല്ല മലബാറുകാർ, അതിൽ ഏറ്റവും കൂടുതൽ തലശ്ശേരിക്കാർ അല്ല ഏറ്റവും കൂടുതൽ. ഞാൻ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസിൽ ഇപ്പൊ നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് തലശ്ശേരിയാണ് എന്ന് പറയുള്ളൂ. അങ്ങനെ കൊച്ചിയുടെ ഒരു സംസ്കാരത്തിനെ, ഇത് ഭക്ഷണ സംസ്കാരത്തിനെ അപ്പാടെ ഉടച്ചു വാർത്തതിൽ തലശ്ശേരിക്കാർക്കും കണ്ണൂരുകാർക്കും താനൂരുകാർക്കും പാനൂരുകാർക്കും ഒക്കെ ഉണ്ട്. കാരണം എത്രയെങ്കിലും ഷെഫ്മാർ അവിടെ നിന്നാണ്. നല്ല ബിരിയാണിയാണ്, ക്വാളിറ്റി ഉള്ള ബിരിയാണിയാണ്. അപ്പോൾ ഈവൻ ലോങ് ഗ്രെയിൻ ആണ്. ഒരു എറണാകുളംകാരൻ എന്നുള്ള നിലയ്ക്ക് മലബാറുകാരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരംകാരൻ എന്നുള്ള നിലയ്ക്ക് മലബാറുകാർ. കാരണം നമ്മുടെ ബിരിയാണി ലോങ് ഗ്രെയിനാണ്. ബസ്മതി റൈസിന്റെ ബിരിയാണിയാണ് നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ളത്. ജീരകശാലയിലേക്ക് ഒരു മാറ്റം തലശ്ശേരിക്കാർ വന്നതിന് ശേഷമാണ്. നിർബന്ധമായിട്ടും മറ്റവർക്കും മാറ്റണമെന്ന് തോന്നുകയും മറ്റവരും മാറ്റുകയും ചെയ്തു. അതുപോലെ ഈ പൊരിച്ച ഇറച്ചി
ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു കൊച്ചിയിൽ കൂടുതലുണ്ടായിരുന്നു. അത് മാറിയിട്ട് അത് എപ്പോഴും ഈ ടേസ്റ്റ് ലോക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. കാരണം ഫ്ലേവർ ലോക്ക് ചെയ്യും. വൺസ് ഈ മീറ്റ് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിന്റെ എസൻസ് ഒന്നും ഈ റൈസിലേക്ക് പോവില്ല. റൈസിന്റെ ഒരു ഫ്രാഗ്രൻസ് ഒന്നും ഇതിനകത്തേക്ക് കിട്ടുകയില്ല. അത് ശീലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാനും പറ്റൂല ഈ ആളുകൾക്ക്. അപ്പൊ നമ്മൾ ഈ എല്ലാ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ രണ്ടിന്റെ ടേസ്റ്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ അരിക്ക് ചിക്കന്റെ രുചി വരുന്നതും ചിക്കൻ അരിയുടെ രുചി വരുന്നതും തമ്മിലുള്ള ഒരു ഫ്ലേവറിന്റെ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നത് മലബാറുകാര. പ്രത്യേകിച്ച് കോഴിക്കോടൻ ബിരിയാണി, പിന്നെ റാവുത്തർ ബിരിയാണി. ഈ 2 ബിരിയാണികളും ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്കിപ്പോഴും പൊരിച്ചരച്ച് വെച്ചിട്ടുള്ള ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. അത് ബിരിയാണി എന്ന് ഞാൻ പറയൂല. കണ്ടോളൂ പൊരിക്കുന്ന ആൾക്കാര് പൊരിക്കലെത്തിക്കും. സെപ്പറേറ്റ് എല്ലാം കഴിക്കാം. നെയ്ച്ചോറും കോഴി പൊരിച്ചതല്ല, പക്ഷെ അതിനെ ബിരിയാണി എന്ന് പറയും. തല്ലുണ്ടാവും. ഞങ്ങൾ നമുക്ക് പൊരിച്ചത്. ഇപ്പൊ എന്റെ വൈഫിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ ഈ പൊരിച്ചു വെച്ച ഇത് വെച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് ശീലായിപ്പോയി. എന്നിട്ട് കോഴിക്കോട് പോയി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര കൾച്ചറൽ ഷോക്കായിരുന്നു. അതെന്താ ഇങ്ങനെ കോഴി തരണേ എന്നുള്ള വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ഈ ഷോയുടെ സ്പോൺസേഴ്സ് സെയ്ത്തൂണ്. നിങ്ങൾ സെയ്ത്തൂന്ന് വർഷം കഴിച്ചിട്ടുണ്ടോ? സെയ്ത്തൂന്ന് നമ്മൾ സെയ്ത്തൂന്ന് കോഴിക്കോടും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടില്ല. ബിരിയാണി അല്ലേ? സെയ്ത്തൂൻ റെസ്റ്റോറന്റ് നമ്മൾ കഴിച്ചിട്ടില്ല. വിനീതേട്ടനൊക്കെ പോയി എപ്പോഴും ഒരു പറയാറുണ്ട് സെയ്ത്തൂനിലെ ഭക്ഷണം. അടുത്ത തവണ നിങ്ങൾ എന്തായാലും കഴിക്കും. ചെന്നൈ പോകുമ്പോൾ തീർച്ചയായിട്ടും. കോഴിക്കോട് സെയ്ത്തൂൻ എവിടെ? കോഴിക്കോട് ഉണ്ടല്ലോ. ഇപ്പൊ ഒരു നോമ്പ് സമയത്താണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പോയിട്ടില്ല. അടുത്ത ട്രിപ്പ് പോകും. കഴിക്കണം. ഇനി ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഞാൻ തോന്നുന്നു എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങള് അതാണ് നിങ്ങൾ നമുക്ക് തരുന്ന എനർജി. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായത് നിങ്ങൾ എന്തായാലും വരണം. പക്ഷേ എന്റെ ആഗ്രഹം ഇനിയും കൂടിയിരിക്കും. നിങ്ങളോട് ഇനിയും എനിക്ക് സംസാരിക്കണം. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നല്ല 1-2 എപ്പിസോഡ് വെറുതെ ഇരിക്കാം. നമുക്ക് ക്യാമറ ഓഫ് ആക്കിയിട്ടും വേണം. ഇനി ദുബായിൽ വരുമ്പോൾ നമ്മളൊരു സുഹൃത്ത് കാറ്റഗറിയിൽ ഒരു ഭ്രാന്തനും കൂടെ നമ്മുടെ സ്വീപ്പർ റൗണ്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു സമയപരിധി കാരണം. അപ്പോൾ ഇനി വേറൊന്നുമല്ല, നമുക്ക് വർത്താനം പറയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ വർത്താനം പറയാൻ റെഡിയാണ്. പക്ഷെ 2 പേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നീ തരേണ്ടി വരും. ജയ്ത്തൂണാണെങ്കിലും കുഴപ്പമില്ല, നീ ആണെങ്കിലും കുഴപ്പമില്ല. അവൻ തന്റേതല്ലാത്ത കാരണത്താൽ അത് റാഷിയെ ഏൽപ്പിക്കാൻ പറ്റില്ല. ക്യാമറാസ് ഓഫ് ആക്കുന്നതിന് മുമ്പ് 2 വാക്ക് നമ്മുടെ ഈ സൊറബറയെ കുറിച്ച്. ഭയങ്കര അടിപൊളിയാണ്. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇന്നാവുക എന്ന് പറയുന്നതാണ് എപ്പോഴും ഇന്റർവ്യൂവിന്റെ. നീ അത് ചോദ്യമായിട്ടല്ലേ ചോദിച്ചത്, നീ ഓരോ നമ്മുടെ ഉത്തരത്തിലൂടെ നീങ്ങുകയാണ്. അത് രസമുള്ള പരിപാടിയാണ്. അത് മറ്റേ ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ബോറം പരിപാടിയാണ്. മറിച്ച് അത് വർത്തമാനല്ല. അപ്പം വർത്താനം പറയുമ്പോ അതെങ്ങനെ എന്ന് ചോദിക്കുന്നതാണ് വർത്താനം. അതാണ് സൊറ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഒരു ഹോണർ തന്നെയായിരുന്നു നിങ്ങൾ വന്നതിൽ. വളരെയധികം സന്തോഷം. നിങ്ങൾ നമ്മുടെ ഇൻവൈറ്റ് സ്വീകരിച്ച് ഇവിടെ നിങ്ങളുടെ ഈ ഒരു തിരക്ക് വിളിച്ച് ധൃതി വിളിച്ച സമയത്ത് നമ്മൾ വന്ന് ഈ ഒരു സൊറബറ നല്ല രീതിയിൽ ഈ ഒരു എപ്പിസോഡ് നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്.